Opening Hours with MyFin. ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്, ഓപ്പണിംഗ് അവേഴ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ് സൂരജ് സാർ. ഹാപ്പി മോർണിംഗ് വിഷ്ണു. ഏതായാലും സാർ പറഞ്ഞ പോലെ ഒരു ഹാപ്പി മോർണിംഗ് തന്നെയാണ്. നിഫ്റ്റി പുതിയൊരു സർവ്വകാല ഉയരം ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു സർവ്വകാല ഉയരം നോക്കുമ്പോൾ 26,295 എന്ന നിലയിൽ ഒരു പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് നിഫ്റ്റിയിൽ ഇന്ന് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ട്രേഡിംഗ് ഡേ ആയിട്ട് തന്നെ കണക്കാക്കുക. ഇന്ന് ബാങ്ക് നിഫ്റ്റിയും നേട്ടം രേഖപ്പെടുന്നുണ്ട്. 198 പോയിൻ്റ് നേട്ടമാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. മറ്റു സെക്ടറൽ സൂചികയിലോട്ടൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഇൻഡെക്സുകളിലോട്ട് വരുമ്പോൾ നമുക്ക് കാണുന്നത് ഓൾമോസ്റ്റ് ഭൂരിഭാഗം ഇൻഡെക്സുകളിലൊക്കെ തന്നെ ഒരു നേട്ടം കാണുന്നുണ്ട്. IT, മീഡിയ, മെറ്റൽ, ഫാർമ, FMCG, പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സ് തുടങ്ങിയ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളൊക്കെ ഇന്നലെ നേട്ടം രേഖപ്പെടുത്തിയാണ് ഇന്നിപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിലോട്ട് വരുമ്പോഴും ഒട്ടുമിക്ക ഇൻഡെക്സുകളൊക്കെ തന്നെ നേട്ടമായിരുന്നു രേഖപ്പെടുത്തിയത്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ ഒരു ഓൾ ടൈം ഹൈ കൂടി ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇന്നലെ ട്രേഡിംഗ് നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഓട്ടോ സൂചികയിലും ഇന്നലെ ഒരു ഓൾ ടൈം ഹൈ കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ ഒരു വിപണിയിലോട്ട് വരുമ്പോൾ മറ്റു കാര്യങ്ങൾ നമ്മളൊരു ഗ്ലോബൽ മാർക്കറ്റിലോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് US മാർക്കറ്റ് നേട്ടത്തിലുള്ള ഒരു ക്ലോസിംഗ് തന്നെയായിരുന്നു. ഡൗ ജോൺസ് 0.67% നേട്ടം, S&P 500 0.69% നേട്ടം, നാസ്ഡാക്കിൽ 0.82% നേട്ടം എന്നൊരു പോസിറ്റീവായ രീതിയിലുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു കണ്ടത്. ഇനി നമുക്ക് ഈ ഒരു അടുത്തൊരാഴ്ചയിലോട്ടൊക്കെ വരുമ്പോൾ ഫെഡ് റേറ്റ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിപണി ഒറ്റുനോക്കുന്ന ഒരു വാർത്തകളൊക്കെ നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നലെ വലിയ രീതിയിലൊരു വാർത്തയായിട്ട് നിന്നിരുന്നത് റെയർ എർത്തുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയായിരുന്നത്. ഇന്ത്യസ് ഫസ്റ്റ് ഫുൾ സ്കെയിൽ റെയർ എർത്ത് പെർമനൻറ്റ് മാഗ്നറ്റ് മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഇന്ത്യ ആരംഭിക്കാൻ പോകുന്നു. അതിനുവേണ്ടി മോദി സർക്കാർ ഇപ്പോൾ 7,280 കോടി രൂപയുടെ ഒരു പദ്ധതിക്ക് അനുമതി നൽകിയിട്ടുള്ള ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വാർത്ത നിലനിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. ഏതായാലും ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ മറ്റു ഡീറ്റെയിൽസിലോട്ട് പോകാം. സൂരജ് സാർ, പുതിയൊരു ഓൾ ടൈം ഹൈ നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഒപ്പം പോസിറ്റീവായിട്ടുള്ള റെയർ എർത്തുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ തന്നെയുണ്ട്. ഇന്ന് എന്തൊക്കെ ന്യൂസുകളാണ് ഷെയർ ചെയ്യാനുള്ളത്? വിഷ്ണു, നിഫ്റ്റി ഉണ്ടല്ലോ, ഈ ഓൾ ടൈം ഹൈ ക്ലിയർ ചെയ്തത് ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈം സൈക്കിളായ 62 വീക്സ് എന്നുള്ള ഒരു കണക്കിലാണ് അത് ഓൾ ടൈം ഹൈ ക്ലിയർ ചെയ്തിരിക്കുന്നത്. അതെന്താണ് പ്രൂവ് ചെയ്തതെന്നറിയോ? ഈലിയറ്റ് വേവ് പ്രിൻസിപ്പിൾ, അതായത് തിയറി ഓഫ് പ്രൈസ് ആൻഡ് ടൈം നമ്മൾ പറയുമല്ലോ, ഈലിയറ്റ് വേവ്, അതനുസരിച്ച് തന്നെ ആ പ്ലേ ബുക്ക് ഇവിടെ പ്ലേ ചെയ്തു എന്നുള്ളതാണ്. നൗ ദാറ്റ് ദ ടൈം കറക്ഷൻ ഈസ് ഓവർ, അതായത് ഇപ്പം നമ്മൾ ഹൈ ബ്രേക്ക് ചെയ്തോടുകൂടി ഹോപ്പ്ഫുള്ളി നമ്മൾ ഇന്ന് ഹൈയിൽ ക്ലോസ് ചെയ്യും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് മുകളിലേക്ക് എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കുമ്പോഴുണ്ടല്ലോ, അതായത് നോ ബാരിയേഴ്സ് ക്യാൻ സ്റ്റോപ്പ് ദിസ് അപ് ട്രെൻഡ് എന്നുള്ള രീതിയിലാണ് ഇത് ടെക്നിക്കലി വേറൊരു ആംഗിളിൽ കൂടി. ഇത് പല ടെക്നിക്കലി തന്നെ നമ്മൾ നോക്കുമ്പോൾ പല ആംഗിളിൽ കൂടെ നമുക്ക് അതിനെ കാണാം. ഓക്കെ, നമുക്ക് RSIയുടെ ഒരു ഇതിലോ അല്ലെങ്കിൽ ഡെലിവറിയോ വോളിയം അങ്ങനെ പല രീതിയിൽ നമുക്ക് കാണാം. ഞാനൊരു ഈലിയറ്റ് വേവ് പ്രിൻസിപ്പിളിൻ്റെ ബേസിസിലാണ് ഞാൻ ഈ പറഞ്ഞതെന്ന് മാത്രം. അപ്പോൾ നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല, ഇന്നലെ യെസ്റ്റർഡേ വാസ് ഓൾസോ എ ഗ്രേറ്റ് ഡേ ഓഫ് മാർക്കറ്റ്, അല്ലേ? ഗ്രേറ്റ് ഡേ ഫോർ മാർക്കറ്റ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പം ഇന്നലെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏതാണ്ട് 70 പോയിന്റ്സ് എവേ ഫ്രം ഓൾ ടൈം ഹൈ ആണ് എന്നുള്ളതാണ്. എനിക്കൊരു 26,277 ആയിരുന്നു ഓൾ ടൈം ഹൈ. അത് നമ്മൾ എനിക്കൊരു സെപ്റ്റംബർ 27, 2024 നമ്മൾ ആയെന്നുള്ളത്. ഇന്നതാ നമ്മളിപ്പോൾ ഇൻട്രാഡേ തന്നെ അത് ബ്രേക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ മാർക്കറ്റ് സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് വളരെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് തന്നെയാണ്. വളരെ സ്ട്രെങ്ത്തും, അതായത് ബ്രോഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രെങ്ത്തും മാർക്കറ്റ് കാണിക്കുന്നുണ്ട് എന്നുള്ള. അപ്പോൾ ഇന്ന് രാവിലെ ഇന്നലെ മാർക്കറ്റ് നല്ലോണം കയറിയില്ല. എനിക്കൊന്ന് 300 പോയിന്റ്സ് അല്ലേ, 1.24% അപ്പായിരുന്നു ഇന്നലെ നിഫ്റ്റി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് രാവിലെ വന്ന മാധ്യമങ്ങളിലൊക്കെ മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞത് എന്താ? ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഡിസംബറോട് കൂടി മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത് കാരണം മാർക്കറ്റ് ഹൈ ആയി എന്നാണ്. ഇന്നലെ ഏതാണ്ട് നമ്മൾ പറഞ്ഞല്ലോ ഏതാണ്ട് 320 പോയിന്റ്സ് നിഫ്റ്റി കയറുകയും ഇന്ന് മാർക്കറ്റ് തുടങ്ങി ആദ്യത്തെ 10-15 മിനിറ്റിൽ തന്നെ ഓൾ ടൈം ഹൈയും കൂടി കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം മാർക്കറ്റ് നമ്മളോട് വേറെ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അത് റേറ്റ് കട്ട് മാത്രമല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ വ്യക്തിപരമായ, ഐ ക്യാൻ ബി റോങ്, എനിക്ക് തോന്നുന്നത് വെച്ചാൽ ദ US ട്രേഡ് ഡീൽ ഈസ് ഓൾമോസ്റ്റ് ഡൺ എന്നാണ് മാർക്കറ്റ് പറയുന്നത്. സൈൻ ചെയ്തിട്ടില്ല, ഒരു വിവരമില്ല. ഞാൻ പറയില്ലേ, ഇത് സൈൻ ചെയ്യാൻ നേരത്ത് ഇതിൽ അറിയാതിരിക്കില്ലല്ലോ. ഒരു പറ്റം ആൾക്കാർക്കെങ്കിലും ഇത് അറിയാതിരിക്കാൻ പറ്റില്ലോ. ഇൻസൈഡ് ഇൻഫർമേഷൻ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടല്ലോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ മാർക്കറ്റിന് ഇന്നലെ മുതൽ അല്ലെങ്കിൽ ഇന്ന് രാവിലെ
ഇത്ര ഊർജ്ജം വരാനായിട്ട് കിടക്കുക. ഇപ്പം നമുക്കറിയാലോ ഇൻഫ്ലേഷൻ ഫിഗേഴ്സ് വന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു റേറ്റ് കട്ട് ഡിസംബറിൽ ഉണ്ടാവും എന്നുള്ളത്. റേറ്റ് കട്ട് ഡിസംബർ ഉണ്ടാവും എന്നുള്ളത് ഗിവൺ ആണ്. ഇനിയിപ്പം വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞ് RBI മാറ്റി വയ്ക്കുമോ എന്നുള്ള, അല്ലെങ്കിൽ ഒരു നോർമൽ കണ്ടീഷനിൽ ഓൺ ആൻ ഐഡിയൽ കണ്ടീഷൻ റേറ്റ് കട്ട് ഡിസംബറിൽ ഉണ്ടാവും എന്ന് മാർക്കറ്റിന് അറിയാം. അതുമാത്രമല്ല ഏർണിംഗ് സീസൺസ് ഒക്കെ ഏതാണ്ട് കംപ്ലീറ്റ് ആയി. മാർക്കറ്റിൽ വേറെ ഒരു ട്രിഗറും നമ്മൾ കണ്ടില്ല, അല്ലെങ്കിൽ വലിയൊരു ന്യൂസോ അല്ലെങ്കിൽ വലിയൊരു ഗവൺമെൻറ് റിഫോമോ ഒന്നും നമ്മൾ ലാസ്റ്റ് ഒരാഴ്ചയായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. മാർക്കറ്റ് വളരെ സോബറായി പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ പെട്ടെന്ന് കയറി 320 പോയിന്റ്സ് അപ്പ് ആവുന്നു. ഇന്ന് രാവിലെ ആദ്യത്തെ 15 മിനിറ്റിനുള്ളിൽ ഓൾ ടൈം ഹൈ അടിക്കുന്നു എന്നുണ്ടെങ്കിൽ അർത്ഥം മാർക്കറ്റ് വേറെ എന്തോ ഒരു കാര്യം ഡിസ്കൗണ്ട് ചെയ്യുകയാണ് ഇൻ അഡ്വാൻസ്. സാധാരണ നമ്മൾ പറയില്ലേ ന്യൂസ് ഫോളോ ചെയ്യുകയുള്ളൂ, മാർക്കറ്റ് അതിനു മുമ്പേ റിയാക്ട് ചെയ്യും എന്നുള്ളതാണ്. അത് ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് തോന്നുന്നത് ഇതൊരു വൈൽഡ് ഗസ്സാണ്. നമ്മൾ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും വൈൽഡ് ഗസ് ആണെന്നുള്ളതാണ്. ഇൻഡോ US ട്രേഡ് ഡീൽ ഓൾമോസ്റ്റ് ആയി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നുള്ളത്. അതുപോലെ നവംബർ എൻഡിലേക്ക് വരുന്നു. നമ്മളും ഒരു ബോൾഡ് പ്രഡിക്ഷൻ നടത്തിയിരുന്നു വിഷ്ണു, നവംബർ എൻഡ് ആകുമ്പോഴത്തേക്കും വരുന്നു. ഏതായാലും നമ്മൾ വിചാരിച്ച പോലെയൊന്നും കാര്യങ്ങൾ നടന്നില്ല. ഇതൊക്കെ വെറും ഒരു ഊഹാപോഹങ്ങളും നമ്മുടെ ഒരു മുൻകാല ചരിത്രവും വെച്ചിട്ട് നമ്മൾ പറയുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ ഇതിൽ നിങ്ങൾ മുഖവരയ്ക്ക് എടുക്കേണ്ട കാര്യമില്ല. ബട്ട് മാർക്കറ്റ് ഈസ് സ്പീക്കിംഗ് ടു അസ് സംതിങ് ദാറ്റ് വി ഡു നോട്ട് നോ. ബാക്കി എല്ലാ കാര്യങ്ങളും മാർക്കറ്റിൽ ഡിസ്കൗണ്ട് ചെയ്തു എന്നുള്ളൂ. അപ്പോൾ എന്ത് ന്യൂസാണ് ഇനി വരാനുള്ളതെന്ന് കാത്തിരിക്കണം. ഇൻഡോ US ട്രേഡ് ഡീലാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മാർക്കറ്റിൻ്റെ സ്ട്രെങ്ത് നമ്മൾ ടെക്നിക്കലി നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു അപ് ട്രെൻഡാണ് മാർക്കറ്റ് കാണിക്കുന്നത്. പ്രോബബ്ലി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്ന ടെക്നിക്കലിൻ്റെ ഗസ്റ്റിന് അതിന് കൂടുതൽ പറയാൻ പറ്റുമായിരിക്കും. ബട്ട് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഇനി ഇൻഡോ US ട്രേഡിൽ നടക്കുകയാണെങ്കിൽ, ഞാൻ വീണ്ടും പറയുന്നു, നടക്കുകയാണെങ്കിൽ ആദ്യത്തെ 1, 2, 3 ദിവസം ഏറ്റവും കൂടുതൽ ചിലപ്പോൾ റാലി ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഈ എക്സ്പോർട്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള സെക്ടേഴ്സ് ആയിരിക്കും. എക്സ്പോർട്ട് സെൻസിറ്റീവ് ആകുമ്പോൾ നമുക്കറിയാലോ ഓട്ടോമൊബൈൽ ആക്സസറീസ്, പിന്നെ ഫാർമ വരും, പിന്നെ ഈ അക്വാകൾച്ചർ സീ ഫുഡ് എക്സ്പോർട്ടിങ് കമ്പനീസ് വരും, പിന്നെ ലെതർ ഗുഡ്സ് കമ്പനീസ് വരും, ടെക്സ്റ്റൈൽ കമ്പനീസ് വരും, ജെംസ് ആൻഡ് ജുവലറീസ് വരും. ഇതിനൊക്കെ ആയിരിക്കും ആദ്യം, ആ സെൻസിറ്റീവ് ആയിട്ടുള്ള ഗുഡ്സിനായിരിക്കും ആദ്യത്തെ 1, 2, 3 ദിവസത്തെ ആ റാലി എന്ന് പറയുന്നത്. ആ റാലി എന്ന് പറയുന്നത് ന്യൂസ് ബേസ്ഡ് റാലിയാണ് നമ്മൾ ആലോചിക്കണം. ഏർണിങ്സ് ബേസ്ഡ് ആയിട്ടോ വാല്യൂഷൻ ബേസ്ഡ് ആയിട്ടോ അല്ല. അതായത് മാർക്കറ്റിൽ 2 രീതിയിലെ ഒരു റാലിയാണ് സംഭവിക്കുന്നത്. സാർ, എനിക്ക് തോന്നുന്നു ഇന്നലെ ഓട്ടോ സൂചികയിൽ ഒരു ഓൾ ടൈം ഹൈ കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു താരിഫിൻ്റെ ഒരു തീരുമാനം വന്നു എന്നുള്ളൊരു ഇൻഡിക്കേഷൻ ആണോ അതും നൽകുന്നത്? നമ്മൾ കൂടുതൽ കാര്യങ്ങളും മാർക്കറ്റിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, പലരും മാർക്കറ്റിൽ ഒരു കാര്യം ഫോർകാസ്റ്റ് ചെയ്തിട്ട് ആ ഫോർകാസ്റ്റിലേക്ക് മാർക്കറ്റ് എത്തുമോ എന്നുള്ളതാണ് നോക്കുന്നത്. ഞാൻ സാധാരണ നോക്കുന്നത് മാർക്കറ്റ് എന്താണ് നമ്മളോട് പറയുന്നത് എന്നുള്ളതാണ്. അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ തോന്നുന്നത് വെച്ചാൽ US ട്രേഡ് ഡീൽ ആയിരിക്കണം എന്നുള്ള ഒരു ഊഹാഭോഗത്തിലാണ് ഞാൻ പോകുന്നത് എന്നുള്ളത്. അല്ലാണ്ട് ഞാൻ ഒരിക്കലും ഐ ആം നോട്ട് ഇൻ ടു ദ ബിസിനസ് ഓഫ് ഫോർകാസ്റ്റിംഗ്. എനിക്ക് ഫോർകാസ്റ്റിംഗ് വ്യക്തിപരമായിട്ട് ഇഷ്ടമില്ല, ചെയ്യാൻ അറിയത്തുമില്ല, ചെയ്താൽ തെറ്റൊക്കെ. ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫോർകാസ്റ്റ്. ആഫ്റ്റർ ഓൾ ഫോർകാസ്റ്റ് എന്ന് വെച്ചാൽ ഒരു ഫോർകാസ്റ്റ് മാത്രമാണ്, അത് നടക്കണം നിർബന്ധമില്ല. നടക്കുകയാണെങ്കിൽ ഞാൻ സാധാരണ അതിനെക്കുറിച്ച് പറയണമെന്ന് വെച്ചാൽ, നമ്മൾ പറയുന്ന എന്തെങ്കിലും കാര്യം നടക്കുകയാണെങ്കിൽ ഈദർ ഐ എം എ ഫൂൾ ഓർ എ ലയർ അല്ലെങ്കിൽ ലക്കി, ഈ 3 കാറ്റഗറിയിലേ ഞാൻ പെടുന്നുള്ളൂ എന്നുള്ളത്. ഐ എം നോട്ട് ഇൻ ദ ബിസിനസ് ഓഫ് ഫോർകാസ്റ്റിംഗ്, ബട്ട് ഐ എം റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ്. മാർക്കറ്റ് എന്താണ് നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, മാർക്കറ്റിൽ ഒരു മൂവ്മെൻറ്റ് വരുമ്പോൾ 2 രീതിയിലുള്ള മൂവ്മെൻറ്റ് വരാം. ഒന്ന്, ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷനിൽ മാർക്കറ്റോ സ്റ്റോക്കോ കയറുക, അല്ലെങ്കിൽ വാല്യുവേഷൻ്റെ അല്ലെങ്കിൽ ഒരു ഏർണിങ്സിൻ്റെ ബേസിസിൽ റിയൽ ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നടത്തുക. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. റിയൽ ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നടക്കണം, അതായത് വാല്യുവേഷൻ്റെ ബേസിസിലോ അല്ലെങ്കിൽ ഏർണിങ്സിൻ്റെ ബേസിസിലോ അല്ലെങ്കിൽ ആ കമ്പനി സ്പെസിഫിക് ന്യൂസ്, അത് കാരണം ബിസിനസ് ഡബിൾ ആവും, ട്രിപ്പിൾ ആവും, അല്ലെങ്കിൽ 20% ഗ്രോ ചെയ്യും, 30% ഗ്രോ ചെയ്യും. ഇങ്ങനത്തെ ഒരു കാര്യത്തിന് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണുമ്പോൾ അതിന് ശരിക്കും പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ സ്ട്രെങ്തോടു കൂടിയായിരിക്കും മാർക്കറ്റ് അല്ലെങ്കിൽ ആ സ്റ്റോക്ക് മൂവ് ചെയ്യണം. ബട്ട് ന്യൂസ് ബേസ്ഡ് ആയിട്ട് ഉള്ള ഒരു കാര്യത്തിലാണ് മൂവ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ അത് ഫിസിൽ ഔട്ട് ചെയ്തേക്കാം. കാര്യം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ബിൽറ്റ് ഇൻ ചെയ്ത് വന്നല്ലോ, നമുക്കറിയാലോ ഏതൊക്കെ സെക്ടറാണ് ടാരിഫ് കാരണം ഡൗൺ ആയി കിടക്കുന്നത്. അപ്പോൾ ടാരിഫ് മാറുമ്പോൾ തീർച്ചയായിട്ടും ആ സ്റ്റോക്കിൽ ഒരു ബമ്പപ്പ് വരും. അതുപോലെ ടാരിഫ് എന്തെങ്കിലും ഒരു ദിവസം വരും എന്ന് മാർക്കറ്റിന് അറിയുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം, സൂക്ഷിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, ഞാൻ ചിലപ്പോൾ തെറ്റായിരിക്കാം. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ആദ്യത്തെ 2-3 ദിവസം അല്ലെങ്കിൽ പെട്ടെന്ന് ട്രേഡ് ഡീൽ മാർക്കറ്റ് ടൈമിലൊക്കെയാണ് വരുന്നതെങ്കിൽ ഈ വക സ്റ്റോക്കുകളിൽ വലിയൊരു മൂവ്മെൻറ്റ് നടന്നേക്കാം. ആ മൂവ്മെൻറ്റ് ന്യൂസ് ബേസ്ഡ് ആയിട്ട് നടക്കുകയാണെങ്കിൽ അതിൻ്റെ പുറകിൽ പോയി ഫോമോ, അതായത് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, ഇനി ഞാൻ മേടിച്ചില്ലെങ്കിൽ ഇതങ്ങ് ഒരുപാട് കയറിപ്പോവുമല്ലോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലും ആ ഒരു മാനദണ്ഡം വെച്ച് മാർക്കറ്റിലേക്ക് ട്രീറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ അത് വിട്ടുകളയുക, അതങ്ങ് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വാല്യൂ വേറെ സ്ഥലത്തും മാർക്കറ്റ് തരും എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്,
ഒരു ന്യൂസ് തരിക എന്നുള്ളത് ഓപ്റ്റിമിസമാണ്. നമ്മൾ അതിനകത്തൊരു കോഷ്യസ് ഓപ്റ്റിമിസം ആഡ് ചെയ്യണമെന്ന്, കുറച്ചൊരു കോഷൻ ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ ആ ന്യൂസിലും പോസിറ്റീവ് ന്യൂസിലും ഒരു കോഷൻ വേണം എന്നാണ്. ആ പോസിറ്റീവ് ന്യൂസ് എന്ന് പറയുന്നത് ഇതാണ്. പെട്ടെന്ന് കയറി എല്ലാം ഓപ്റ്റിമിസ്റ്റിക് ആകുമ്പോൾ നമ്മളൊരു ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും തീർന്നു, ഇതെല്ലാം ചാടിപ്പോയി. നമ്മൾ ഈ NVIDIA കേസ് തന്നെ പറഞ്ഞു. NVIDIA റിസൾട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞല്ലോ, NVIDIA റിസൾട്ട് 60% രീതിയിൽ അവർ ഏർണിങ്സ് കാണിച്ചപ്പോൾ എല്ലാവരും മാർക്കറ്റിലേക്ക് പോയത് എന്ത് പറഞ്ഞിട്ടാണ് പോയത്? ഈ പറയുന്ന പോലെ എന്നാൽ ഇനി NVIDIA പിടിച്ചാൽ കിട്ടൂല എന്ന്. നെക്സ്റ്റ് ഡേ മുതൽ ഈ മാസം ശരിക്കും പറഞ്ഞാൽ NVIDIA S&P 500 ഒരു ലൂസർ ആണെന്നുള്ള എനിക്ക് തോന്നുന്നു $700 ബില്യൺ മാർക്കറ്റ് വാല്യൂ ഇറോഷൻ ആ കമ്പനിക്ക് പറ്റിയെന്നല്ല. അപ്പോൾ ചിലപ്പോൾ ഈ പറയുന്ന പോലെ ന്യൂസ് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഇത് ഫിസിൽ ഔട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ മാർക്കറ്റിൽ എപ്പോഴും പറയില്ലേ, ബൈ ഓൺ റൂമർ സെൽ ഓൺ ന്യൂസ്. റൂമറിന്റെ പേരിൽ മേടിക്കുക, കറക്റ്റ് ന്യൂസ് വെളിയിൽ വരുമ്പോൾ സെല്ല് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാന്നുള്ളതിൽ അർത്ഥം. ചിലപ്പോൾ ന്യൂസ് വന്നതിന് ശേഷം ചിലപ്പോൾ ഇത്രയും ഒരു ഹിസ്റ്റീരിയ മാർക്കറ്റിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല, അതിന് മുമ്പേ എല്ലാം പ്ലേ ഔട്ട് ചെയ്ത് കഴിഞ്ഞേക്കാം. ഇതൊക്കെ ഒരു പോസിബിൾ ആയിട്ടുള്ള ചാൻസസ് ഞാൻ മാർക്കറ്റിലൊന്ന് ചെറുതായിട്ടൊന്ന് കോഷൻ ചെയ്യുന്നു എന്നല്ലാതെ ഇതിലൊരു നെഗറ്റീവ് സ്റ്റാൻഡോ ബെയറിഷ് സ്റ്റാൻഡോ അല്ലെങ്കിൽ വി ആർ നോട്ട് ഇൻ ടു ദ ബിസിനസ് ഓഫ് ഫോർകാസ്റ്റിംഗ് അങ്ങനത്തെ രീതിയിലേ നമ്മൾ വിഷ്ണു ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളത്. ഇപ്പോൾ മാർക്കറ്റിൽ പ്രേക്ഷകർ എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളൊരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ആക്കി വെച്ച് തന്നെ നമുക്കൊരു ഓപ്പണിംഗ് അവേഴ്സിന്റെ സ്റ്റാർട്ടിംഗിൽ നമുക്ക് തുടങ്ങാം. നമുക്ക് ഇനിയിപ്പോൾ മാർക്കറ്റിൽ US മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ഇന്നലെ പൊതുവെ ഗ്രീനിൽ തന്നെ ആയിരുന്നു എന്നുള്ള. S&P 500 0.69% അപ്പായിരുന്നു, നാസ്ഡാക്ക് 0.82% അപ്പായിരുന്നു, ഡൗ ജോൺസ് 0.67% അപ്പായിരുന്നു എന്നുള്ള. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഇന്ന് മാർക്കറ്റ് ഹോളിഡേ ആണ്. കാര്യം എന്ന് വെച്ചാൽ US ക്യാഷ് മാർക്കറ്റ് ഇന്ന് താങ്ക്സ് ഗിവിംഗ് ഹോളിഡേ ആയിട്ട് മാറുന്നു. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഫ്രൈഡേ ഓപ്പൺ ചെയ്യുമ്പോഴും മാർക്കറ്റ് ഒരു ചെറിയൊരു ടൈമിന് വേണ്ടി മാത്രമേ ഉള്ളൂ. അതായത് എനിക്ക് തോന്നുന്നു മാർക്കറ്റ് വിൽ ക്ലോസ് ഏർലി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫ്രൈഡേ എന്നുള്ളത് ഹാഫ് ഡേ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ പറയുന്ന പോലെ ഈ ആഴ്ച US മാർക്കറ്റിൽ നിന്ന് നമുക്ക് വലിയൊരു ഹാൻഡ് ഓവർ ക്യാഷ് മാർക്കറ്റിൽ നിന്ന് കിട്ടാനില്ല എന്നുള്ളത്. ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ഡിസംബർ കയറുമ്പോഴത്തേക്കും US മാർക്കറ്റിൽ നമ്മൾ എപ്പോഴും കാണുന്നത് വെച്ചാൽ ക്രിസ്മസ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഈ ഓണം എന്നൊക്കെ പറയും പോലെ ഒരു മാസത്തോളം ആയിരിക്കും. അതായത് അവിടെയുള്ള ആൾക്കാർ വെക്കേഷന് പോവുക, ലീവ് എടുക്കുക, എൻജോയ് ചെയ്യുക, ഫാമിലി ആയിട്ട് ഗെറ്റ് ടുഗദർ. അപ്പോൾ US മാർക്കറ്റ് ഇനി പൊതുവെ സാധാരണ ഓൺ ലാക്ക് ഓഫ് എനി പോസിറ്റീവ് ട്രിഗർ ഓർ നെഗറ്റീവ് ട്രിഗർ മാർക്കറ്റ് ഒരു ഡൾ ആയിട്ടായിരിക്കും ഡിസംബർ ജാനുവരിയുടെ ഏതാണ്ട് ഒരു തുടക്കം ആദ്യത്തെ ഒരു 1-1.5 ആഴ്ച വരെ, ആദ്യത്തെ ഒരു 10 ദിവസം വരെ മാർക്കറ്റ് ഇനി ഒരു സ്ലോ വെക്കേഷൻ മോഡിലേക്ക്. നമ്മുടെ ഇവിടെ സമ്മർ വെക്കേഷൻ വരുമ്പോൾ സ്കൂളുകളൊക്കെ 2 മാസം അടയ്ക്കുമെന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു രീതിയിലേക്ക് മാർക്കറ്റ് ഓപ്പൺ ആണെങ്കിൽ പോലും, ക്യാഷ് മാർക്കറ്റ് ഓപ്പൺ ആണെങ്കിൽ പോലും കുറച്ച് ഡൾ ആയിരിക്കാനാണ് US മാർക്കറ്റ് സാധ്യത. അപ്പോൾ അവിടുന്നുള്ള ഹാൻഡ് ഓവേഴ്സിന് നമുക്ക് വലിയൊരു ഡേറ്റയൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ഇന്നലത്തെ മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ Oracle 4.22% അപ്പ്, AMD 3.93% അപ്പ്, Broadcom 3.17% അപ്പ്, ASML 3.76% അപ്പ്, Intel 2.76% അപ്പ്, NVIDIA 1.71% അപ്പ്, ടെസ്ല 0.77% അപ്പ്, ആമസോൺ 0.21% അപ്പ്. അതായത് ഞാൻ ഈ പറഞ്ഞു വന്നത് ഈ പറയുന്ന പോലെ AI ട്രേഡ് ഈസ് ബാക്ക് ഇൻ US എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അവിടെ സ്ട്രെങ്ത് ആയിട്ട് തന്നെ ആ AI സ്റ്റോക്കും AI റിലേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് മുന്നോട്ട് പോകണു എന്നുള്ളതാണ്. അതിനകത്ത് ഒരു ചേഞ്ചും വന്നില്ല എന്നുള്ള. ബട്ട് അതിനകത്ത് ഈ AI ട്രേഡിൽ തന്നെ ഒരു പറയും പോലെ ഒരു ചെറിയൊരു വ്യത്യാസം അവിടെ വരുന്നു എന്നുള്ളതാണ് അവിടുത്തെ മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ബാക്കിയുള്ള ഒരു ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ CBOE വോളറ്റിലിറ്റി ഇൻഡെക്സ്, US മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി ഇൻഡെക്സ് വിക്സ് നോക്കുകയാണെങ്കിൽ -7% ആണ്. ഡോളർ ഇൻഡെക്സ് 99.44 ആണ്. ഇനി ട്രഷറിയിലേക്ക് വരുമ്പോൾ US ബോണ്ട് ഈൽഡ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്കൊന്ന് 3.9% ആണ് എന്നുള്ളതാണ് ബോണ്ട് ഈൽഡ് കാണിക്കുന്നത്. 4% താഴെ വന്നിരിക്കുന്നു എന്നേ ഉള്ളൂ. ഇന്നലെ US വന്ന ഡേറ്റ, അതായത് വീക്ക്ലി ജോബ്ലെസ് ക്ലെയിംസ് പറയുന്നത് 2,16,000 ആണ് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്തിരുന്നത് 2.25 ലാക്സ് എക്സ്പെക്ട് ചെയ്ത സ്ഥലത്ത് 2.16 വന്നുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് ഈ ജോബ്ലെസ് ക്ലെയിംസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആർക്കെങ്കിലും ജോലി നഷ്ടപ്പെടുകയാണെങ്കിൽ ഫസ്റ്റ് ടൈം നമ്മൾ അതിൻ്റെ എംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ്സിന് വേണ്ടി നമ്മൾ രജിസ്റ്റർ ചെയ്യും. അത് നമുക്ക് ഇങ്ങനെ ആലോചിക്കാം, അതായത് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് എന്ന് വേണമെങ്കിൽ ആലോചിച്ചോളൂ. അപ്പോൾ നമുക്ക് ജോലി പോവുകയാണെങ്കിൽ നമ്മൾ ഇനിഷ്യലായിട്ട് നമ്മളത് അപ്ലൈ ചെയ്യും. അപ്പോൾ ആ കണക്ക് വെച്ചിട്ടാണ് ഈ ജോബ്ലെസ് ക്ലെയിംസ് എന്ന് പറയുന്ന ഒരു ഫിഗർ അല്ലെങ്കിൽ ഡേറ്റയിലേക്ക് US എത്തുന്നത് എന്നുള്ളതാണ്. ഇത് കൂടാതെ തന്നെ കൗണ്ടിങ് ക്ലെയിംസ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽസ് നേരത്തെ ജോലി ഇല്ലാതായി, അവർ ഈ ക്ലെയിം ചെയ്തിരുന്നു,
വീണ്ടും അവർക്ക് ജോലി കിട്ടിയിട്ടില്ല, അവർ ദേ കണ്ടിന്യൂ ടു ക്ലെയിം. അങ്ങനെയാണ് ഈ കൗണ്ടിങ് ക്ലെയിംസും കൂടെ ഈ ജോബ്ലെസ് ക്ലെയിംസ് ഡേറ്റയിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത് വരും. അതായത് ഈ എല്ലാ ഇൻഫർമേഷനും ബിൽഡിങ് ചെയ്തിട്ടാണ് ഈ ജോബ്ലെസ് ക്ലെയിം ഡേറ്റ വീക്ക്ലി US വരുന്നതെന്നുള്ള. ഇതൊരു പരിധിവരെ നമ്മുടെ US മാർക്കറ്റിൻ്റെ ഹെൽത്തിനെസ് അല്ലെങ്കിൽ എങ്ങനെയാണ് ബിസിനസ്സുകളുടെ ഗ്രോത്ത്, എക്കണോമി നല്ല രീതിയിലാണോ പോണേ മോശം രീതിയിലാണോ പോകുന്നത് എന്നുള്ള ഡേറ്റ തരും എന്നുള്ളതാണ്. നമുക്കറിയാലോ ഷട്ട് ഡൗൺ കാരണം 43 ദിവസത്തെ ഷട്ട് ഡൗൺ കാരണം ഒരുപാട് ഇൻഫർമേഷൻസ് മാർക്കറ്റിലേക്ക് വന്നില്ല, മാർക്കറ്റ് കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇനിയിപ്പോൾ ഡേറ്റയ്ക്ക് പുറകെ ഡേറ്റ ആയിട്ട് കുറേ കാര്യങ്ങൾ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ബ്രെൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ $, $63 പെർ ബാരൽ, അതായത് ഏതാണ്ട് 0.9% എങ്ങാണ്ട് ഓവർനൈറ്റ് എങ്ങാണ്ട് ഇത് ക്രൂഡ് ഓയിൽ അപ്പായിരുന്നു എന്നുള്ള. ബട്ട് ഈവൻ തന്നെ നമ്മളൊരു വീക്ക്ലി നോക്കുകയാണെങ്കിൽ 4% ക്രൂഡ് ഡൗൺ ആയിരുന്നു എന്നുള്ള. അപ്പോൾ എനിക്ക് തോന്നും അവിടെ ക്രൂഡ് ഓയിൽ മാർക്കറ്റ് ബിൽറ്റ് ഇൻ ചെയ്യുന്ന ഒരു ഫാക്ടർ മേ ബി യുക്രൈൻ റഷ്യ പീസ് ടോക്ക് ആയിരിക്കാം എന്നുള്ളതാണ്. കാര്യം അതിൻ്റെ സംസാരങ്ങളൊക്കെ വന്നു. കാര്യം അങ്ങനെ വരികയാണെങ്കിൽ ക്രൂഡ് ഭയങ്കരമായിട്ട് ഒന്ന് എന്താ പറയുക സ്റ്റെബിലൈസ് ചെയ്ത് ഒരു നെഗറ്റീവ് ബയസോട് കൂടി നിൽക്കാനാണ് സാധ്യത. നമ്മൾ ഇന്നലെ പറഞ്ഞു JP മോർഗനൊക്കെ പറയുന്നത് $30 പെർ ബാരൽ വരെ ആവാം എന്നുള്ള രീതിയിലാണ്. ബട്ട് അതൊരു വിഷ്ഫുൾ തിങ്കിങ് ആണ്, അറിയില്ല. കാര്യം ആ ലെവലിലേക്ക് താന്നു വരുമ്പോഴത്തേക്കും OPEC+ രാജ്യങ്ങളും മറ്റുള്ള രാജ്യങ്ങളും, അതായത് അമേരിക്ക, കാനഡ, ബ്രസീൽ പോലെയുള്ള രാജ്യങ്ങളും ഇവരെല്ലാവരും കൂടെ ചേർന്ന് ആ മാർക്കറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ക്രൂഡിൻ്റെ സപ്ലൈ, മാർക്കറ്റിലേക്ക് സപ്ലൈ ഒന്ന് വെട്ടിക്കുറച്ച് ഒരു പ്രൊഡക്ഷൻ കട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഡിമാൻഡ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് വരുമ്പോൾ ക്രൂഡിൻ്റെ പ്രൈസസ് വീണ്ടും തിരിച്ചു കയറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് JP മോർഗൻ പറയുന്ന ഫോർകാസ്റ്റ് ശരിയാവുമോ എന്നറിയില്ല, ബട്ട് അവരൊരു ബോൾഡ് പ്രഡിക്ഷൻ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ പ്രഡിക്ഷൻ്റെ പുറകിൽ അവർക്ക് ഡേറ്റ ഉണ്ട് എന്നുള്ളതാണ്. അവർ പറയുന്നത് വെച്ചാൽ അത്രയ്ക്കും മാത്രം OPEC-ന്റെ കട്ട് കാരണം കാര്യങ്ങൾ ഇതിലേക്ക് ഇറങ്ങും എന്നുള്ളതാണ്. മേ ബി ദേ ആർ ഓൾസോ ഫാക്ടറിങ് ഇൻ എ പീസ് ഡീൽ ബിറ്റ്വീൻ റഷ്യ ആൻഡ് യുക്രൈൻ. അപ്പോൾ ഇങ്ങനത്തെ 3-4 ഫാക്ടേഴ്സ് ഒന്നിച്ചു വരുന്നു. OPEC+ കൺട്രികൾ കൂടുതൽ ഓയിൽ മാർക്കറ്റിലേക്ക് ഒഴുക്കുന്നു, മറ്റുള്ള നോൺ OPEC+ കൺട്രീസും മാർക്കറ്റിലേക്ക് ഒഴുക്കുന്നു. അപ്പോൾ ഡിമാൻഡ് ഗ്രോ ചെയ്യുന്നതിനേക്കാളും ഡിമാൻഡ് ഗ്രോ ചെയ്യുന്നതിനേക്കാളും സപ്ലൈ ഭയങ്കരമായിട്ട് കൂടും എന്നുള്ളതാണ് അവർ പറയുന്നത് എന്നുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ US മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പ്രത്യേകതയായിട്ടുള്ള കാര്യം AI ട്രേഡ് ഈസ് ഓൺ. ബട്ട് AI ട്രേഡിൽ തന്നെ ചില ട്രാൻസ്ഫോർമേഷൻസ് നടക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഇന്നലെ ഗൂഗിൾ അഥവാ ആൽഫബെറ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതായത് ആൽഫബെറ്റ് അവരുടേതായ ഒരു ചിപ്പ് അവരൊരു ഡെക്കേഡായിട്ട് അവർ ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ടെൻസർ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ TPU എന്നാണ് നമ്മൾ പറയുന്നത്. ബട്ട് അടുത്ത കാലത്ത് അതിൻ്റെ പ്രത്യേകത, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഗൂഗിൾ ആൽഫബെറ്റ് ഈ TPU പോലത്തെ ആ ഒരു പ്രോസസ്സർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താ, ഒരു ഫുൾ സ്റ്റാക്ക് പ്ലെയർ ആയിട്ട് ഗൂഗിൾ മാറുന്നു അല്ലെങ്കിൽ ആൽഫബെറ്റ് മാറുന്നു എന്നുള്ളതാണ്. കാര്യം എന്താ, അവർക്ക് തന്നെ ക്ലൗഡ് സർവീസസ് ഉണ്ട്. ആ ക്ലൗഡ് സർവീസസിൽ ഇവർക്ക് ഈ പറയുന്ന പോലെ അവർക്ക് സ്വന്തമായിട്ട് TPUs ഉണ്ട്, അതായത് പ്രോസസ്സറുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഈ പറയുന്ന പോലെ സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതുകൂടാതെ ഒരു കസ്റ്റമറിന് ഡയറക്റ്റ് ഫേസ് ടു ഫേസ് എൻഡിലേക്ക് കൊടുക്കുന്ന സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് ലൈക്ക് യൂട്യൂബും ഉണ്ട്. വാറൻ ബഫേക്ക് ഈ മോട്ടൊക്കെ കണ്ടിട്ടായിരിക്കണം, അല്ലെങ്കിൽ ഈ ബാരിയർ ഓഫ് എൻട്രിയും കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജും ഒക്കെ കാരണമായിരിക്കാം വാറൻ ബഫേ ആൽഫബെറ്റിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ ഇൻവെസ്റ്റ് ചെയ്ത്. അപ്പോൾ ഗൂഗിളിൻ്റെ പെട്ടെന്ന് നമുക്ക് ഇന്നലെ വന്ന ഒരു ന്യൂസ് എന്ന് വെച്ചാൽ മെറ്റ പ്ലാറ്റ്ഫോംസ് ഈ ഗൂഗിളിൻ്റെ ചിപ്പ് യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി ഇന്നലെ നമ്മൾ മാർക്കറ്റിൽ കണ്ടത് ഗൂഗിളിൻ്റെ ആൽഫാബെറ്റിൻ്റെ ഷെയർ അപ്പ് ആവുകയും NVIDIAയുടെ ഷെയർ ഡൗൺ ആവുകയുമായിരുന്നു ചെയ്തിരുന്നത് എന്നുള്ള. അതായത് TPUs ആർ ഓഫറിംഗ് എ ബിഗ് ചലഞ്ച് ടു GPUs ഓഫ് NVIDIAയുടെ ഗ്രാഫിക്കൽ പ്രോസസ്സിംഗ് യൂണിറ്റിനെക്കാട്ടിലും നല്ലതാണ് ഈ TPUs, ടെൻസർ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്നുള്ള രീതിയിലേക്കാണ് വന്നത്. അതുമാത്രമല്ല TPU എന്ന് പറയുന്നത് കുറച്ചുകൂടെ കോസ്റ്റ് എഫിഷ്യൻ്റ് ആണ്. NVIDIAയുടെ GPU ആണ് ഇപ്പോൾ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ചിപ്സ് ആണ്. അത് പല ലെവലിൽ Blackwell H100H 200H 1020 അങ്ങനെയൊക്കെ പല സീരീസിലും വരുന്നുണ്ട്. അതിൽ കുറേ കാര്യങ്ങൾ ചൈനയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പാടില്ല. അവരുടെ ഓർഡർ തന്നെ ഈ പറയുന്ന പോലെ പെട്ടെന്ന് തീർന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ കോസ്റ്റ്ലിയാണ്, ഗോൾഡ് സ്റ്റാൻഡേർഡാണ്. അങ്ങനെ NVIDIA മാർക്കറ്റ് പിടിച്ച് നിന്ന് അവർക്ക് വേറൊരു ചലഞ്ചേഴ്സ് ഇല്ല എന്നറിയുമ്പോഴാണ് ഗൂഗിളിന് ഓൾറെഡി ഉണ്ടെങ്കിൽ പോലും മെറ്റ പ്ലാറ്റ്ഫോം അത് യൂസ് ചെയ്യണമെന്ന് പറയുന്ന ന്യൂസിൽ ഇന്നലെ ഗൂഗിൾ ഒന്ന് പ്ലസ് ആവുകയും NVIDIA ഡൗൺ ആവുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ബട്ട് ഇപ്പോൾ വരുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ NVIDIA അതിനൊരു തിരിച്ച് ഒരു കൗണ്ടർ, ഒരു പ്രസ് നോട്ട് അല്ലെങ്കിൽ അവർ മറ്റുള്ള ഇൻ്റർവ്യൂവിലായിരിക്കും പ്രോബബ്ലി ഇങ്ങനെ ഒരു കാര്യം ആൽഫാബെറ്റ് ഇറക്കുമ്പോൾ മീഡിയക്കാർ തീർച്ചയായിട്ടും NVIDIA ആയിട്ട് ചോദിക്കുമല്ലോ. അപ്പോൾ NVIDIA വേറൊന്നും പറയുന്നില്ല. NVIDIA പറയുന്നത് വെച്ചാൽ കൺഗ്രാജുലേഷൻസ്, അതായത് കൺഗ്രാജുലേഷൻസ് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഗൂഗിൾ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തു വന്നു. ബട്ട് ഞങ്ങളുടെ അതായത് NVIDIAയുടെ ഈ GPUs
എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ചിപ്പ് എന്ന് പറയുന്നത് ആ ജനറേഷൻ അഹെഡ് എന്നുള്ള രീതിയിൽ, ജനറേഷൻ അഹെഡ് എന്നുള്ള രീതിയിൽ, അതായത് ഞങ്ങളെ വെട്ടിക്കാനേ പറ്റൂല എന്നുള്ള രീതിയിൽ. കാര്യം നമ്മളിപ്പോൾ ഒരു കാര്യം ആലോചിക്കണം, ഇപ്പോൾ NVIDIA ഈ മാസം തന്നെ 14% ഡൗൺ ആണ്. നമ്മൾ പറഞ്ഞ ആ NVIDIAയുടെ റിസൾട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ചിലപ്പോൾ ഇത് മാർക്കറ്റ് തിരിച്ചായിരിക്കാം കാണുന്നത്. അതേപോലെ തന്നെ ആ പ്ലേ ബുക്കും സ്ക്രിപ്റ്റും അവിടെ പ്ലേ ഡൗൺ ചെയ്തിട്ട് 14% ഡൗൺ ആണ് എന്നുള്ള. ഞാൻ നോക്കിയപ്പോൾ ഏതാണ്ട് $700 ബില്യൺ മാർക്കറ്റ് വാല്യൂ NVIDIA എന്ന് പോയെന്ന കാര്യം ശരിയാണ്. അത് മാത്രമല്ല, NVIDIAയുടെ ഫോർവേഡ് PE പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾസും മാർക്കറ്റ് ഫോർവേഡ് ആയിട്ട് വരുന്ന ഏർണിങ്സിനെ ബേസ് ചെയ്തിട്ട് PE മൾട്ടിപ്പിൾ നോക്കുകയാണെങ്കിൽ 34 ടൈംസ് ആയിരുന്നു ഒരു മാസം മുമ്പേ. അത് നേരെ കുറഞ്ഞ് 25 ടൈംസ് ഫോർവേഡ് PE ആയി കുറഞ്ഞു. അതായത് വാല്യുവേഷൻ പോയി എന്ന് മാത്രമല്ല, PEയിൽ റീ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ മുകളിലോട്ടും റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ താഴോട്ടും. അങ്ങനെ NVIDIA ഈ പറയുന്ന പോലെ 34 ടൈംസ് ഫോർവേഡ് PE എന്ന് നേരെ കുറഞ്ഞ് 25 PEയിലേക്ക് ആയിരിക്കുന്നു. ഇപ്പോൾ ഈ NVIDIAയുടെ 25 ടൈംസ് ഫോർവേഡ് ലുക്കിംഗ് PE എന്ന് പറയുന്നത് ടോട്ടൽ മാക്സ് 7 സ്റ്റോക്സിനേക്കാളും കുറവാണ്. കാര്യം മാക്സ് 7 സ്റ്റോക്സിൻ്റെ ഫോർവേഡ് PE എന്ന് പറയുന്നത് 30 ടൈംസ് ആണ് എന്നുള്ള ആ ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. ബട്ട് ഇന്നലെ വന്ന ആ ഒരു ക്ലാരിഫിക്കേഷനിൽ NVIDIA പറയുന്നത് വി ആർ എ ജനറേഷൻ അഹെഡ് എന്നുള്ളത്. അത് മാത്രമല്ല, അവർ പറയുന്നത് വെച്ചാൽ അത് പറഞ്ഞതോടുകൂടി ഇന്നലെ US മാർക്കറ്റിൽ ആ ട്രേഡ് നേരെ തിരിഞ്ഞിട്ട് NVIDIA കയറി, ഗൂഗിൾ ആൽഫാബെറ്റ് ചെറുതായിട്ട് ഡൗൺ ആയി എന്നുള്ള 1% കൂടുതൽ ഡൗൺ ആയി എന്നുള്ള. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് മാർക്കറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഇതിപ്പോൾ നമ്മുടെ ജനങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറയുകയാണെങ്കിൽ ഈ TPUവും GPUവും തമ്മിൽ പറയുകയാണെങ്കിൽ, ഈ TPU എന്ന് പറയുന്നത് ഈ ജനറലി ഗൂഗിളിൻ്റെ ക്ലൗഡ് സർവീസസിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനം, ഗൂഗിളിൻ്റെ ക്ലൗഡ് സർവീസസിൽ. ബട്ട് അതേസമയം GPUs, NVIDIAയുടെ GPU എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള അക്രോസ് മെനി ക്ലൗഡ് പ്ലാറ്റ്ഫോംസിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് GPU എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഫിസിക്കൽ ലൊക്കേഷനിലും യൂസ് ചെയ്യാം. അപ്പോൾ TPU എന്ന് പറഞ്ഞാൽ മോറോലെസ് ഗൂഗിളായിട്ട് ടൈഡപ്പ് നിൽക്കുന്ന സാധനമാണ് എന്നുള്ളത് പറഞ്ഞത്. അതുകൊണ്ടായിരിക്കാം മെറ്റ ഇനിഷ്യൽ കാലങ്ങളിൽ അവരുടെ കയ്യിൽ നിന്ന് ഇത് റെന്റ് ഔട്ട് ചെയ്തെടുക്കാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അതുമാത്രമല്ല, ഈ TPUസിനെ സാധാരണ പ്രിഫർ ചെയ്യുന്നത്, അതായത് ഈ ഗൂഗിളിൻ്റെ TPUസിനെ സാധാരണ പ്രിഫർ ചെയ്യുന്ന ഹൈപ്പർ സ്കെയിലായിട്ടുള്ള ആൾക്കാരാണ്. അതായത് അവർ ഗൂഗിൾ തന്നെ അല്ലെങ്കിൽ മെറ്റ പ്ലാറ്റ്ഫോംസ് ആയിട്ട് തന്നെ. ബട്ട് അതേസമയം GPUs അങ്ങനെയല്ല, സാധാരണ റീറ്റെയിൽ ആൾക്കാർക്കും കൂടെ അത് യൂസ് ചെയ്യാം, അങ്ങനെ പ്രിഫേർഡ് ആണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതായത് വാസ്റ്റ് മെജോറിറ്റി ഓഫ് എക്കോ സിസ്റ്റത്തിന് കേറ്റർ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് GPU എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഇപ്പോഴുള്ള ഓരോ AI ഫേംസിനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫേംസിനും പെട്ടെന്ന് ഈ സ്വിച്ച് ഇട്ട പോലെ ഒന്നിൽ നിന്ന് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും നാൾ അവർ യൂസ് ചെയ്ത് NVIDIAയുടെ GPUs ആണെങ്കിൽ ഒരു സ്വിച്ച് ഇട്ട പോലെ നേരെ വന്ന് ആൽഫാബെറ്റിൻ്റെ TPUയിലേക്ക് കയറാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതുകൊണ്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ NVIDIA പെട്ടെന്ന് അങ്ങനെ ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഈ അടുത്ത കൊല്ലം 60% മുകളിൽ ഗ്രോത്ത് വരും എന്ന് പറഞ്ഞ മാനേജ്മെൻറ്റ് ഗൈഡ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. പിന്നെ US മാർക്കറ്റും ഇന്ത്യയും നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് മാർക്കറ്റിലും ഇപ്പോൾ റേറ്റ് കട്ട് ഡിസംബർ എന്നുള്ള രീതിയിലേക്കാണ് പോണത്. US നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ അവിടുത്തെ ഒരു ടൂൾ വെച്ച്, ആ ഒരു ഇമോഷണൽ സെൻറ്റിമെൻ്റൽ ടൂൾ വെച്ച് നോക്കുകയാണെങ്കിൽ 85% ഓഫ് ദ പീപ്പിൾ, മോർ ദാൻ 85% ഓഫ് ദ പീപ്പിൾ ഫീൽ ദാറ്റ് ഈ ഡിസംബർ ഈ പറയുന്ന പോലെ FOMC മീറ്റിംഗിൽ റേറ്റ് കട്ട് ഉണ്ടാവും, 25 ബേസിസ് പോയിന്റ്സ് ആവാനാണ് സാധ്യത എന്ന് പറഞ്ഞു. ഇന്ത്യയിലും നമുക്കറിയാം ഇൻഫ്ലേഷൻ ഫിഗേഴ്സും എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ഇവിടെയും ഒരു റേറ്റ് കട്ട് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഒരു രസകരമായിട്ടുള്ള കാര്യം, JP Morgan Chase അവിടുത്തെ സ്ട്രാറ്റജിസ്റ്റുകളുടെ ഒരു നോട്ട് ഞാൻ ഇന്നലെ വായിച്ചായിരുന്നു. അവർ പറയുന്നത് വെച്ചാൽ S&P 500 will gain another 11% in 2026. അതായത് നെക്സ്റ്റ് കൊല്ലവും S&P 500 11% കയറും. അതായത് അങ്ങനെയാണെങ്കിൽ 4th year of US exceptionalism, US is gonna outperform എന്നുള്ള രീതിയിലേക്കാണ് ഇത് വരുന്നതറിയാം. അവരത് പറയാൻ കാര്യം വെച്ചാൽ ഏതാണ്ട് ഇനി 2026 പോലും US കമ്പനീസിന് ഏർണിങ്സിൽ 13 തൊട്ട് 15% ഗ്രോത്ത് വരുന്നതാണ് ഇപ്പോൾ JP മോർഗൻ്റെ ഫോർകാസ്റ്റ്. 13 തൊട്ട് 13%. ഇത്രയും വലിയൊരു മാർക്കറ്റിൽ ഇത്രയും വലിയ ഇന്ത്യൻ എക്കണോമിയുടെ സൈസുള്ള എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യൻ എക്കണോമി നമ്മൾ ഗ്രോ ചെയ്യാൻ പോകുന്ന GDP ഗ്രോത്ത് റേറ്റ് ഒക്കെ എത്രയാണ്? 6.8, 6.5, 7 അങ്ങനത്തെ രീതി, ബിറ്റ്വീൻ 6 and 7 എന്ന് പറയാം. ഇറ്റ് ഇസ് എ 4 trillion എക്കണോമി. ഇമാജിൻ ഓൺ ദ അതർ സൈഡ് 4.5 trillion മാർക്കറ്റ് ക്യാപ്പുള്ള NVIDIA ഈസ് ഗോയിങ് ടു ഗ്രോ ബൈ അറൌണ്ട് 63%. ഒന്ന് ആലോചിച്ച് നോക്കുക അതിൻ്റെ ആ ഇമാജിൻ. അപ്പോൾ അങ്ങനെയാണെന്നുള്ള എലിഫൻസ് ക്യാൻ ഡാൻസ് എന്നുള്ള രീതിയിലാണ് ഈ പറയുന്നത് എന്നുള്ളത്. അപ്പോൾ അവിടെ എക്സ്പെക്ട് ചെയ്യണത് മറ്റുള്ള US കമ്പനീസ് എല്ലാം കൂടെ ചേർന്ന് 13%, 15% ഏർണിങ്സിൽ ഗ്രോ ചെയ്യും. അതുമാത്രമല്ല ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് AI CapEx, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലെ CapExലേക്ക് വരുന്നു എന്നുള്ള. ഇതെല്ലാം വരുന്നത് ഏത് റെജിമിൽ?
ലോ ഇൻട്രസ്റ്റ് റേറ്റ് റെജീം, അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടും കൂടെ വരാനുള്ള സാധ്യതയിലാണ് ഇതെല്ലാം കൂടെ ചെയ്യുന്നത്, വിച്ച് ഓഗേഴ്സ് വെൽ ഫോർ US മാർക്കറ്റ് എന്നുള്ളതാണ്. പിന്നെ ഇത് മാത്രമല്ല, ഈ JP മോർഗൻ പറയുന്നുണ്ട് അവർ 2 റേറ്റ് കട്ടാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ, അത് കഴിഞ്ഞൊരു പോസിലേക്ക് വരും എന്നുള്ളത് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഏതാണ്ട് 7500 S&P 500 എത്താൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നത്. എന്നിട്ട് അവർ ചേർത്ത് വായിക്കുന്നുണ്ട് 2 റേറ്റ് കട്ട് കൂടാതെ ഇനി എക്സ്ട്രാ റേറ്റ് കട്ടും കൂടെ വരികയാണെങ്കിൽ S&P 500 8000 പോകും. സോറി, കെവിൻ ഹാസ്റ്റോടി വരുന്നതോടെ വീണ്ടും ഒരു റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ എന്നുള്ള വാർത്തകൾ ഒത്തിരി നിലനിൽക്കുന്നു. അസറ്റ് വരുന്നതോട് കൂടി കൂടാണെന്ന് അതും കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ 8000 കടന്നേക്കാം 2026 എന്നുള്ളതാണ് പറയുന്നത് എന്നുള്ളത് നമുക്കറിയാലോ. പിന്നെ 85% ആൾക്കാരും പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്. ഇന്നലെ ഞാൻ മാർക്കറ്റിൽ നോക്കുമ്പോൾ ഡെല്ല്, അതാണ് ഞാൻ പറഞ്ഞ ആ എക്കോ സിസ്റ്റം. ഇപ്പോൾ നമ്മൾ സെമി കണ്ടക്ടർ മാത്രമല്ലല്ലോ, ആ ഹാർഡ്വെയർ AI ട്രേഡിൽ നടക്കുന്ന വ്യത്യാസം നോക്കൂ. ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ ഡെല്ലിൻ്റെ സ്റ്റോക്സ് 6% അപ്പാണ്. കാര്യം എന്നറിയോ, അവർക്ക് വലിയ ഓർഡറാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെർവേഴ്സിലേക്ക് വരുന്നതെന്നുള്ള. അപ്പോൾ അതിൻ്റെ പേരിൽ ഡെല്ല് വളരെ ഹൈ ആയിരുന്നു എന്നുള്ള. പിന്നെ ഒരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് എന്ന് പറയുന്നത് കൗണ്ടർ പോയിന്റ് റിസർച്ച് എന്ന് പറഞ്ഞ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ്, ആ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ അവർ പറയുന്ന കാര്യം വെച്ചാൽ ഈ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ 14 years, അതായത് 14 കൊല്ലത്തിൽ ആദ്യമായി ആപ്പിൾ ഫോൺസിൻ്റെ ഷിപ്മെൻറ്റ്സ് സാംസങ്ങിനെക്കാട്ടിലും ഉയരാൻ പോകുന്നു എന്നുള്ള. ഈ ഷിപ്മെൻ്റ് എന്ന് പറയുമ്പോൾ അതൊരു സെയിലല്ല. ഷിപ്മെൻ്റ് എന്ന് പറയുന്നത് കമ്പനി ഡയറക്റ്റ്ലി റീസെല്ലേഴ്സിനെ കൊടുക്കുന്നതാണ് നമ്മൾ ഷിപ്മെൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ സെയിൽസ് ആയിട്ട് അതിനെ കൺഫ്യൂസ് ചെയ്യേണ്ട. അത് സാംസങ്ങിനെക്കാട്ടിലും കൂടുതലാവാൻ പോകുന്നു എന്നുള്ളതാണ്. അതായത് 243 million ഫോൺസ് ആവാൻ പോകുന്നു എന്നുള്ളതാണ് ഈ കൗണ്ടർ പോയിന്റ് റിസർച്ച് പറയുന്നത്. സാംസങ്ങിൻ്റെ ആണെങ്കിൽ 235 million ആയിരിക്കും എന്നുള്ളതാണ്. സോ അവർ കൗണ്ടർ പോയിന്റ് റിസർച്ച് പറയുന്നത് വെച്ചാൽ ആപ്പിളിൻ്റെ മാർക്കറ്റ് ഷെയർ 19.4% ആവാനുള്ള ചാൻസ് ഉണ്ട്, വേഴ്സസ് സാംസങ്ങിൻ്റെ മാർക്കറ്റ് ഷെയർ 18.7%. 2029 വരെ ആപ്പിൾ അതിൻ്റെ എന്താ പറയുക ആ ഒരു സുപ്പീരിയോറിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോവും എന്നുള്ളതാണ്. ഈ iPhone 17 ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ 4 വീക്കിലെ ഫിഗർ വെച്ച് നോക്കുകയാണെങ്കിൽ 17 റിലീസ് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നുന്നു iPhone 17 സെയിൽസ് ഇതേ 4 വീക്കിൽ 16 ഇറങ്ങിയതിനെക്കാട്ടിലും ആ സമയത്തെ സെയിൽസിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു 12% കൂടുതലാണ്. iPhone 16 12% ഹയർ ആയിരുന്നു എന്നുള്ള. ചൈനയിലെ ഫിഗർ നോക്കുകയാണെങ്കിൽ അത് അതിനേക്കാളും കൂടുതലാണ്. സെയിം ടൈമിൽ iPhone 16 റിലീസ് ചെയ്ത ടൈമിൽ iPhone 17 റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 18% ഗ്രോത്താണ് വന്നതെന്നുള്ള. അതായത് പൊതുവേ ഈ കൗണ്ടർ പോയിന്റ് റിസർച്ചിൻ്റെ പേപ്പർ വായിക്കുമ്പോൾ സം ആൻഡ് സബ്സ്റ്റൻസ് അവർ പറയുന്നത് വെച്ചാൽ നമ്മൾ കോവിഡ് സമയത്താണ് ഒരുപാട് പേര് കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ആദ്യത്തെ 1-1.5 കൊല്ലത്തിലാണ് നമ്മളെല്ലാവരും പുതിയ ഫോണിലേക്ക് വന്ന് പുതിയ ക്യാമറയൊക്കെ വെച്ച് എല്ലാവരും വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്ത് യൂട്യൂബും വ്ളോഗേഴ്സും അതിൻ്റെ അപ്ഗ്രഡേഷൻ സൈക്കിൾ വന്നു തുടങ്ങി. അത് ഹാർഡ്വെയറിൽ മാത്രമല്ല സോഫ്റ്റ്വെയറിലും ക്യാമറയുടെ കാര്യത്തിലും വന്നു. ആ സൈക്കിളിൻ്റെ അപ്ഗ്രഡേഷൻ കറക്റ്റായിട്ട് iPhone 17 ആണ് അത് ശരിക്കും പറഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്ത് വന്നത് എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, വളരെ രസകരമായിട്ടുള്ള കാര്യം, ഊബർ സ്റ്റോക്സ് 2% അപ്പായിരുന്നു. കാര്യം എന്താ, അവർ ഡ്രൈവർലെസ് റോബോട്ട് ടാക്സീസ് അവർ അബുദാബിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ RIL ഇന്ത്യയിലാണെങ്കിൽ ഡേറ്റാ സെൻറ്ററിൻ്റെ ന്യൂസ് മാത്രമേ വരുന്നുള്ളൂ. RILലും ഗ്ലോബൽ ഫണ്ട് ഹൗസായ ബ്രൂക്ക് ഫീൽഡും US ബേസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ റിയാലിറ്റിയും കൂടെ ചേർന്ന് ഏതാണ്ട് 98,000 crore, അതായത് USD 11 ബില്യൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് 2030 വരെ എവിടെ ആന്ധ്രാപ്രദേശിൽ എന്തിനാണ് 1 GW ഓഫ് ഡേറ്റാ സെൻറ്റർ കൊണ്ടുവരാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. റിലയൻസ് ഇൻഡസ്ട്രീസ് ഒരു പുതിയ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ദേ വിൽ ബി ഡയറക്ട്ലി റിപ്പോർട്ടിംഗ് ടു മുകേഷ് അംബാനി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. 1 GW ഇൻ വിശാഖപട്ടണം എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ അത് മാത്രമല്ല ഈ RIL പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് അവർ ഇതിനെ ബേസ് ചെയ്ത് അതായത് വലിയൊരു സോളാർ പ്ലാന്റ് ഗിഗാവാട്ട് സോളാർ പ്ലാന്റും കൂടെ അവർ പണി ചെയ്യുന്നു. അതായത് ഇതിന് പവർ വേണമല്ലോ. അപ്പോൾ അതിനുമൊക്കെ ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ് ഒരുപാട് ഇൻസെൻറ്റീവ്സ് ഉണ്ട്. അപ്പോൾ ഇതിനെ ചേർത്ത് ഈ ഡേറ്റാ സെൻറ്ററിനെ ചേർത്ത് അവരൊരു ഗിഗാവാട്ട് സോളാർ പവർ പ്ലാന്റും കൂടി കൊണ്ടുവരുന്നു എന്നുള്ള. ആന്ധ്രാപ്രദേശ് ആണെങ്കിൽ ഈ ടേണിംഗ് ഔട്ട് ടു ബി എന്താ പറയുക ഹബ് ഓഫ് ഡേറ്റാ സെൻറ്റർ എന്നുള്ള കാര്യത്തിൽ നമുക്കറിയില്ല. അവർ ഏതാണ്ട് ആ ഗവൺമെൻറ് ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ് ചന്ദ്രബാബു നായിഡു ആണല്ലോ ഏതാണ്ട് 6 GW ഡേറ്റാ സെൻറ്റർ കപ്പാസിറ്റിയാണ് ആന്ധ്രാപ്രദേശ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള. നമുക്ക് ഓൾറെഡി അറിയാം ഗൂഗിൾ അവിടെ ഏതാണ്ട് 15 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു 1 GW മെഗാ സെൻറ്റർ. പിന്നെ സിഫി ടെക്നോളജീസ്
500 മെഗാവാട്ടിൻ്റെ ഡേറ്റാ സെൻറ്റർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ARCPL എന്ന് പറയുന്ന കമ്പനി 117 മെഗാവാട്ട്, പിന്നെ ടിൽമാൻ 300 മെഗാവാട്ട് എല്ലാം കൂടെ ആയി എന്നുള്ളതാണ്. അപ്പം ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞാൽ എന്ത് സ്മാർട്ടായിട്ട് വരുന്നു എന്നുള്ള കാര്യം നോക്കൂ. നമ്മൾ കേരളത്തിൻ്റെ കാര്യം നമ്മൾ പറയുന്നില്ല എന്ന് മാത്രം. പക്ഷേ ഡേറ്റാ സെൻറ്റർ ഒന്നും ചിലപ്പോൾ കേരളത്തിൻ്റെ ഡെമോഗ്രാഫിക്സും ആ ഭൂപ്രകൃതിയും വെച്ച് ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല എന്നുള്ളൂ. ഡേറ്റാ സെൻറ്റർ വേറെ ന്യൂസ് വെച്ചാൽ L&T അവരുടെ തന്നെ ഡേറ്റാ സെൻറ്റർ ആമിനെ അവർ റീബ്രാൻഡ് ചെയ്യണം. അതിൻ്റെ പേര് വ്യോമ, VYOMA എന്നുള്ള പേര് മാറ്റാൻ പോകുന്നില്ല. അത് മാത്രമല്ല അവരുടെ കപ്പാസിറ്റി, ഡേറ്റാ സെൻറ്റർ കപ്പാസിറ്റി ഇനി വരാൻ പോകുന്ന 3-4 കൊല്ലം കൊണ്ട് ഇവിടുന്ന് ഏതാണ്ട് 10 ടൈംസ് ഇൻക്രീസ്, അതായത് 330 മെഗാവാട്ടിൽ നിന്ന് 300 മെഗാവാട്ടിലേക്ക് ഡേറ്റാ സെൻറ്റർ ഇൻക്രീസ് ചെയ്യാൻ പോകുന്നു. ആൻഡ് ബേസിക്കലി എവിടെയൊക്കെയാണ് വരുന്നത്? മുംബൈ, ബാംഗ്ലൂർ ആൻഡ് വിശാഖപട്ടണം അവിടെയും വരുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഒരു ചെറിയൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് പോകാം. അതായത് മെക്സിക്കോയിൽ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അതായത് നമ്മൾ ഇവിടുന്ന് നമ്മുടെ ടോട്ടൽ പാസഞ്ചർ കാർസും 2 വീലേഴ്സും 3 വീലേഴ്സും ഒക്കെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമല്ലോ. ആ എക്സ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന കൺട്രികൾ എന്ന് പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയും സൗദി അറേബ്യയൊക്കെയാണ്. എന്നാൽ മൂന്നാമതൊരു രാജ്യമുണ്ട് മെക്സിക്കോ. ആ മെക്സിക്കോയിലേക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എനിക്ക് തോന്നുന്നു പാസഞ്ചർ കാർസ് മാത്രം $887 million പാസഞ്ചർ കാർസ് വർത്ത് ഓഫ് പാസഞ്ചർ കാർസ്, 2 വീലർ 390 million, 3 വീലേഴ്സ് $51 million, ഓട്ടോ കോമ്പോണൻസ് $834 million നമ്മൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഫിസ്ക്കൽ മാത്രം എനിക്ക് തോന്നുന്നു 7.7 lakh പാസഞ്ചർ കാർസ് നമ്മൾ മെക്സിക്കോയിലായിട്ട്, അതായത് ടോട്ടൽ നമ്മുടെ എക്സ്പോർട്ടിൻ്റെ 12% മെക്സിക്കോയിലാണ്. മെക്സിക്കോ ഈസ് അവർ 3rd largest partner as far as the automobile accessory is concerned. പക്ഷേ മെക്സിക്കോ ഇപ്പോൾ ഒരു ഡബിൾ ടാരിഫ് വെച്ചേക്കുന്നു. അതായത് അവരുടെ രാജ്യമായ മെക്സിക്കോ ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ഇല്ലാത്ത രാജ്യങ്ങളായിട്ട് അവർ ശരിക്കും പറഞ്ഞാൽ ഒരു ഡബിൾ ടാക്സേഷൻ, ഒരു ഡബിൾ ടാരിഫ് വയ്ക്കാൻ പോകുന്നു എന്നുള്ള. അപ്പോൾ ഇന്ത്യയിലെ ഈ പറഞ്ഞ പോലെ സിയാമൊക്കെ ഉണ്ടല്ലോ, സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോ മാനുഫാക്ചറേഴ്സ്, പിന്നെ ACMA ഓട്ടോ കമ്പോണൻറ്റ് മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ, ഇവരെല്ലാവരും കൂടെ ചേർന്ന് ശരിക്കും പറഞ്ഞാൽ കോമേഴ്സ് മിനിസ്റ്ററിനെയും മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസിനെയും കണ്ടിട്ട് ഇത് പറഞ്ഞിരിക്കുകയാണെന്നുള്ള. ഇതിനകത്ത് ഈ ഫാർമ കമ്പനീസിന് ഒരു പേടിയുണ്ട്. എനിക്കൊന്ന് ഫാർമ കമ്പനീസ് 388 million എക്സ്പോർട്ട് അങ്ങോട്ട് നടത്തുന്നുണ്ട്. അവരവിടെ എക്സ്പാൻഡ് ചെയ്യാൻ മെക്സിക്കോയിൽ അവർ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള, ഏതാണ്ട് അതിന് ഒരു തട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാനുള്ളത്. പിന്നെ ഇൻഫോസിസിൻ്റെ ബൈബാക്ക് അറിയാലോ. ഇൻഫോസിസിൻ്റെ ബൈബാക്ക് 8 times അവർ ബിഡ്സ് റിസീവ് ചെയ്ത് 8 times 10 കോടി ഷെയർസ് അക്സെപ്റ്റ് ചെയ്യാം ബൈബാക്കിൽ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഇപ്പോൾ എന്തായി? ഇപ്പോൾ അതാ വലിയ ലെവലിലേക്ക് 82.6 crore ഷെയറാണ് ഇൻവെസ്റ്റേഴ്സ് ടെൻഡർ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഇൻഫർമേഷനാണ് കിട്ടിയത്. അതായത് 826.1% ആണെന്നുള്ള. അപ്പോൾ നമ്മൾ ഒരുപാട് പേര് ബിഡ് ഇടുമ്പോൾ അക്സെപ്റ്റൻസ് ലെവൽ കുറയും എന്നുള്ള. ബട്ട് ഇൻഫിയുടെ ഈ ബൈബാക്ക് ഹിറ്റ് ആയിരിക്കുന്നു എന്നുള്ളതാണ്. ബട്ട് എത്രത്തോളം ഞാനിപ്പോൾ 100 കൊടുത്തു കഴിഞ്ഞാൽ 100 എടുക്കില്ല. കാര്യം ഒരുപാട് പേര് കൊടുക്കാനുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാർക്കറ്റിൽ നോക്കുന്നത്. നമുക്കൊന്ന് അപ്ഡേറ്റ് എടുക്കാം. സുരേഷ് സാർ, നമുക്ക് ഏതായാലും അടുത്ത എല്ലാവരും കാത്തിരിക്കുന്ന സെഗ്മെൻറ്റ്സിലോട്ട് കടക്കാം. നമ്മുടെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക്, ഇന്ന് ഏത് സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഏത് സ്പോട്ട്ലൈറ്റ് ബിസിനസ്സാണ് പ്രേക്ഷകർക്കായി പങ്കുവെക്കാനുള്ളത്? വിഷ്ണു, അത് ഇപ്പം ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്നത് ഒരു മെഗാ സ്ട്രക്ചറൽ സ്റ്റോറിയാണ്. ഈ മെഗാ സ്ട്രക്ചറൽ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ് നമ്മൾ അവതരിപ്പിക്കുന്ന ബിസിനസ് അല്ല, ആ സെക്ടർ അല്ലെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു മെഗാ, അതായത് ഒരു വളരെ വലിയൊരു $multi-billion ഓപ്പർച്യൂണിറ്റി വരുന്നൊരു കാര്യം. നമ്മളിപ്പോൾ അറിയാലോ, നമ്മളെപ്പോഴും പറയാറുണ്ട്, നാഴികയ്ക്ക് 40 വട്ടം പറയാറുണ്ട്, നമ്മുടെയൊക്കെ വീട്ടിൽ തന്നെ പവർ കൺസംഷൻ എന്തോരം കൂടി അല്ലേ. ഞാൻ പറഞ്ഞ പവറിൻ്റെ റേറ്റ് അല്ല ഞാൻ പറഞ്ഞത്, എന്തോരം സാധനങ്ങൾ. അതായത് നമ്മളറിയാലോ, തലയ്ക്ക് മുകളിൽ അല്ലെങ്കിൽ വീട്ടിൽ വെച്ചിരിക്കുന്ന സ്വിച്ചുകളുടെയും പ്ലഗുകളുടെയും എണ്ണം തന്നെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം. ഇപ്പം നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നമുക്കൊരു മൊബൈൽ ഉണ്ടാവും, നമുക്കൊരു ലാപ്ടോപ്പ് ഉണ്ടാവും, ഡെസ്ക്ടോപ്പ് ഉണ്ടാവാം, ഐപാഡ് ഉണ്ടാവാം, ഹെഡ്ഫോൺസ് ഉണ്ടാവാം, ബാറ്ററി ചാർജേഴ്സ് ഉണ്ടാവാം, വാച്ചസ് ഉണ്ടാവാം, എന്തോരം കാര്യങ്ങൾ, എന്തോരം ആക്സസറീസ് ഒക്കെയാണ് നമ്മൾ ഡെയിലി ശരിക്കും പറഞ്ഞാൽ ചാർജ് ചെയ്യാൻ വയ്ക്കുന്നത്. അതിൽ തന്നെ നമുക്ക് എന്തോരം പവർ കൺസംഷൻ വേണം എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഗുഡ്സിൻ്റെ കാര്യം തന്നെ നോക്കൂ. പണ്ടെന്നൊക്കെ പറഞ്ഞ ഒരു വീട്ടിൽ ഒരു AC ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. AC എന്ന് പറയുന്നത് 3-4 AC, ഈവൻ നമ്മുടെ ഡ്രോയിങ് റൂമിലും സിറ്റിംഗ് റൂമിലും വരെ, വരാന്തയിൽ വരെ AC ഉള്ള ഒരു കാലഘട്ടം. TV നോക്കുകയാണെങ്കിൽ ബെഡ്റൂമിലെല്ലാം എല്ലായിടത്തും ബെഡ്റൂമിലും TV, മെയിൻ ഡ്രോയിങ് ഏരിയയിലും TV ഏരിയയിലും ഒക്കെ. അതായത് നമ്മുടെ കൺസ്യൂമർ ഡ്യൂറബിൾസിൻ്റെ യൂസേജും ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തു. ഇതെല്ലാം തന്നെ കാണിക്കുന്നത് എന്താ? വി നീഡ് മോർ പവർ അല്ലേ. ഒരു വീടിന് തന്നെ മോർ പവർ ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മുടെ ഇപ്പോൾ കാർ ഷെഡിൽ പോലും നമ്മളിപ്പോൾ
ചാർജർ വെച്ചിട്ടുണ്ട്. കാരണം എന്താ, ഇലക്ട്രിക് വെഹിക്കിൾസും വന്ന് തുടങ്ങിയെന്നല്ല. അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോൾ നമ്മുടെ പവർ കൺസംഷൻ ഭയങ്കരമായിട്ട് കൂടുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, പവർ കൺസംഷൻ ഇങ്ങനെ കൂടുന്ന കാലഘട്ടത്തിൽ ഇമാജിൻ എ ഡേ ഇൻ കേരള, നമുക്ക് രാവിലെ മുതൽ രാത്രി വരെ പവർ ഔട്ടേജ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കാര്യവും മുന്നോട്ട് പോകില്ല എന്നുള്ള. പണ്ടത്തെ പോലെയല്ല, നമ്മളിപ്പോൾ ഒരുപാട് ഈ പവറായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വർക്ക് ഉണ്ട് നമ്മുടെ ഇവിടെ തന്നെ. ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ഈ ജനറേറ്ററിൻ്റെ ഉപയോഗമൊക്കെ ഭയങ്കരമായിട്ട് കൂടും. പക്ഷേ ഞാൻ ജനറേറ്ററിലൊക്കെ അല്ല ഞാൻ ഇന്ന് പോകുന്നതെന്നുള്ള. ഇപ്പോഴത്തെ പ്രോബ്ലം വെച്ചാൽ നമുക്ക് എന്താ, ഇപ്പോൾ ഗ്രിഡിൽ നിന്ന് വരുന്നു, പവർ പ്ലാന്റ്സിൽ നിന്ന് ഗ്രിഡിൽ കൂടെ വന്നു, ട്രാൻസ്മിഷൻ ലൈൻസിൽ വരുന്നു, സബ്സ്റ്റേഷനുകളിൽ വരുന്നു, അവിടെ നിന്നൊക്കെ നേരെ ട്രാൻസ്ഫോമറിൽ വരുന്നു, ട്രാൻസ്ഫോമറിൽ നിന്ന് വീടുകൾ വരുന്നു. ഇങ്ങനത്തെ രീതിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള. ബട്ട് ഇപ്രാവശ്യം ഒരു പ്രത്യേകത വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് സാധാരണ എന്താ, നമ്മുടെ ട്രഡീഷണൽ സോഴ്സസ് ഓഫ് പവറിൽ നിന്നാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഏതാ, തെർമൽ പവർ പ്ലാന്റ്, കോൾ ബേസ്ഡ് പവർ പ്ലാന്റ്, ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്, ഇങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് ന്യൂ സോഴ്സ് ഓഫ് റിന്യൂവബിൾ എനർജിയും കൂടെ വന്നു തുടങ്ങി. ഏതാ, സോളാറും വിൻഡും. പക്ഷേ ഈ സോളാറിനും വിൻഡിനും ഉള്ളൊരു കുഴപ്പം എന്താ, ഈ സോളാർ എന്ന് പറഞ്ഞാൽ പീക്ക് സോളാർ ടൈമിൽ നമുക്ക് കൂടുതൽ കിട്ടും, എന്നാൽ പീക്ക് അല്ലാത്ത ടൈമിൽ കുറവ് കിട്ടും. വിൻഡും അതേപോലെ തന്നെ, അതായത് നമ്മുടെ ആ ക്ലൈമറ്റിനനുസരിച്ച്, വെതറിനനുസരിച്ച് വിൻഡ് കൂടുതൽ കിട്ടുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കിട്ടും. അപ്പോൾ നമുക്കൊരു സ്റ്റെബിലിറ്റി ഉള്ളൊരു പവർ അല്ല നമുക്ക് ഈ പറയുന്ന പോലെ ട്രാൻസ്മിഷനിലേക്ക് വരുന്നതെന്നുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളെല്ലാവരും ഒരു സിറ്റിയിൽ, ഇപ്പോൾ നമ്മൾ എറണാകുളം സിറ്റിയിൽ ഇരിക്കുന്നു, EVസിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, എല്ലാവരും കൂടെ ഈ ഹൈ ഇൻറ്റൻസിറ്റി ചാർജിങ്ങിലേക്ക് വരുമ്പോൾ ഈ ലോഡിന് സ്കിപ്പിംഗ് ഉണ്ടാവും, ഈ പവർ ലോഡിന് ഒരു സ്കിപ്പിംഗ് ഉണ്ടാകും. അതുമാത്രമല്ല, വളരെ വലിയ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസും ഔട്ടേജ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഒന്ന് ആലോചിക്കുക, ഈ മാസ് ചാർജിങ് ഒക്കെ, അതായത് പീക്ക് അവേഴ്സിലൊക്കെ മാസ് ചാർജിങ് വരുമ്പോൾ എന്ത് സംഭവിക്കും, ഗ്രിഡൊക്കെ അങ്ങ് ഓവർലോഡ് ആവും എന്നുള്ളതാണ്. അതായത് നമുക്കൊരു സ്റ്റഡി ആയിട്ടല്ല യൂസേജ് വരുന്നത്. ഇപ്പം നമ്മൾ എന്താ പറയുന്നത്, രാവിലെയൊക്കെ പവർ കൺസംഷൻ കുറവാണ്, രാത്രിയാകുമ്പോൾ കൂടും എന്നുള്ള രീതിയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പം മാറി രാവിലെയും ഈ പറയുന്ന പോലെ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ചാർജിങ്ങും ഇതെല്ലാം വന്നതോടുകൂടി ഭയങ്കരമായിട്ട് ഇത് കൂടുന്നു എന്നുള്ളതാണ്. പഴയ പോലെ അപ്പം നമ്മുടെ ഗ്രിഡ് ആണെങ്കിലോ, ഇത് കൂടാതെ ഡേറ്റാ സെൻറ്റേഴ്സ് വരികയാണെങ്കിൽ ഇത് അതിനേക്കാളിലും കുരിശാണെന്നുള്ള കാര്യം. ഡേറ്റാ സെൻറ്റേഴ്സ് ആർ വെരി പവർ ഹംഗ്രി. ഒരു ഹൈപ്പർ സ്കെയിൽ ഡേറ്റാ സെൻറ്റർ കൺസ്യൂം ചെയ്യണ പവർ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് വീടുകളിലേക്ക്, വേണമെങ്കിൽ ഒരു സിറ്റിയിലെ വീടുകൾ എന്ന് വേണമെങ്കിൽ പറയാം, അതിനെ അനുസരിച്ച് നമുക്ക് കമ്പയർ ചെയ്യാം. അത്രയ്ക്ക് മാത്രം പവർ കൺസംഷൻ വേണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പം നമുക്കിപ്പോൾ ഒരു പ്രശ്നം എന്താ, ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഗ്രിഡ്, നമ്മുടേന്ന് മാത്രമല്ല ലോകത്തെല്ലായിടത്തും നമ്മളെ ഇലക്ട്രിസിറ്റി എത്തിരിക്കുന്ന ഗ്രിഡുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്തിനാണ്, ആ പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ പുതിയതായിട്ടുള്ള ആ പവർ കൺസംഷന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ സോളാറിൽ നിന്നും മറ്റേ വിൻഡിൽ നിന്നും ഒക്കെ വരുന്ന സ്റ്റെബിലിറ്റി ഇല്ലാത്ത പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനും, അതുമാത്രമല്ല ഈ പീക്ക് അവേഴ്സ്, ഓഫ് പീക്ക് അവേഴ്സിൻ്റെ ഒക്കെ ലെവലുകൾ മാറുന്നതൊക്കെ, അതായത് ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പവർ ട്രാൻസ്മിഷൻ, അപ്പോൾ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഇതിൽ നിന്ന് മാറുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ ഗ്രിഡിന് ഇത് താങ്ങാൻ പറ്റുമോ എന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ പ്രോബ്ലം. നമ്മുടെ ഗ്രിഡൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, ഈ വളരെ അൺപ്രഡിക്റ്റബിൾ ആയിരിക്കുന്നു എന്നുള്ളത്. ഒരു ഔട്ടേജ് എപ്പോൾ ഉണ്ടായാൽ പോലും നമുക്കതിൽ എന്താ പറയുക, ഒരു സംശയിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ സഡൻ സ്പൈക്ക് വരുന്നു, സഡൻ ഡ്രോപ്പ് വരുന്നു, റിവേഴ്സ് ഫ്ലോ വരുന്നു, ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേബിളൊക്കെ കൂടെ കത്തിക്കരിഞ്ഞു പോകും, ട്രാൻസ്ഫോമേഴ്സൊക്കെ മെൽറ്റ് ചെയ്തു പോകും, ട്രാൻസ്മിഷൻ ലൈൻസ് ഒക്കെ കൂടെ കൊളാപ്സ് ചെയ്ത് പോകും എന്നുള്ള. അപ്പോൾ എന്താണ് മനസ്സിലാവുന്നത്, ഈ ഗ്രിഡിൻ്റെ, അതായത് ഇറ്റ് ഈസ് എ മെഗാ തീം. വാട്ട് ഈസ് ദ മെഗാ തീം? ദ ടോട്ടൽ ട്രാൻസ്മിഷൻ ഇൻഫ്രാസ്ട്രക്ചർ ദാറ്റ് ഇൻക്ലൂഡ്സ് ദ ട്രാൻസ്മിഷൻ ലൈൻ ആൻഡ് ദ ട്രാൻസ്ഫോമേഴ്സ് നീഡ് ടു ഗോ ഫോർ എ ഓവർഹോൾ. ഇതിന് നല്ല രീതിയിലുള്ള ഒരു ചേഞ്ചും കപ്പാസിറ്റി അഡീഷനും വരണം എന്നുള്ളതാണ് ഈ മെഗാ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്ത് രീതിയിലാണ് നമുക്കൊരു കറണ്ട് അല്ലെങ്കിൽ ഒരു പവർ വീട്ടിലേക്ക് എത്തുന്നത്. പവർ വീട്ടിലേക്ക് എത്തുന്നത് ഹൈ ടെൻഷൻ, അതായത് പവർ പ്ലാന്റുകളിൽ നിന്ന് ഹൈ ടെൻഷൻ ട്രാൻസ്മിഷൻ ലൈൻസ് വഴി, അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ടവേഴ്സ് വഴി. നമ്മൾ കണ്ടിട്ടില്ലേ ഈ 11 kV ലൈൻ കൊണ്ടുവരുന്ന ടവർ, ആ ടവർ വഴി അലൂമിനിയം അലോയ് കണ്ടക്ടർ വയറിൽ കൂടെയാണ് അത് ട്രാൻസ്മിറ്റ് ചെയ്ത് വരുന്നത്. അത് നേരെ ട്രാൻസ്മിറ്റ് ചെയ്ത് വന്നു സബ്സ്റ്റേഷനിൽ എത്തുന്നു. സബ്സ്റ്റേഷനിൽ നേരെ നമ്മുടെ ഗ്രേ കളർ ട്രാൻസ്ഫോമേഴ്സിലേക്ക് വരുന്നു. ആ ട്രാൻസ്ഫോമേഴ്സിനകത്താണെങ്കിലോ ഈ ട്രാൻസ്ഫോമർ കമ്പോണൻസ് ഒക്കെ കൂൾ ചെയ്ത് നിർത്തണം, ഒരുപാട് ഹീറ്റ് വരാൻ നേരത്ത്. അപ്പോൾ അതിനകത്ത് ട്രാൻസ്ഫോമർ ഓയിൽ വേണം. അപ്പോൾ എന്തൊക്കെയുണ്ട്, അലൂമിനിയം അലോയ് കണ്ടക്ടർ വയറുണ്ട്, അത് കഴിഞ്ഞ് ട്രാൻസ്ഫോമറിനകത്തുള്ള കൂളിംഗ് ഏജൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ആ കൂളിംഗ് ലിക്വിഡ് ഉണ്ട്, കൂളിംഗ് ഓയിൽ ഉണ്ട് എന്നൊക്കെ വിവരിക്കുക. ഇങ്ങനത്തെ കമ്പനികൾക്ക് ഈ മെഗാ തീമിൽ വലിയൊരു ബെനിഫിറ്റ് ആയിട്ട് വരും എന്നുള്ള കാര്യം. ഈ ട്രാൻസ്ഫോമർ ഓയിലൊക്കെ എന്ന് വെച്ചാൽ ഈ ട്രാൻസ്ഫോമർ കമ്പോണൻസ് ഓവർ ഹീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനൊരു ലൂബ്രിക്കേഷനും കൂളിംഗ് സിസ്റ്റവും കൊടുക്കുന്നതാണ് ഈ ട്രാൻസ്ഫോമർ ഓയിൽ. അപ്പോൾ ഈ പറയുന്ന ഈ
കണ്ടക്ടർ ലൈൻസ്, ട്രാൻസ്ഫോമർ ഓയിൽ ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് വളരെ ബെനിഫിറ്റ് ആയിട്ട് വരും. ആ ഒരു കമ്പനിയാണ് നമ്മുടെ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് ബിസിനസ് ഉള്ള. ആ സ്പോട്ട്ലൈറ്റ് ബിസിനസ്സിൽ നമ്മൾ അവതരിപ്പിക്കുന്ന കമ്പനിയുടെ പേര് അബാർ ഇൻഡസ്ട്രീസ് എന്നുള്ളതാണ്. ഈ കമ്പനി വേൾഡിൽ തന്നെ നമ്പർ 1 ആണ്. എന്തിനാ? ഗ്ലോബൽ അലൂമിനിയം ആൻഡ് അലോയ് കണ്ടക്ടർ മാനുഫാക്ചറും കൂടെയാണ്. നമ്പർ 1 വേൾഡിൽ. അതുമാത്രമല്ല, ട്രാൻസ്ഫോമർ ഓയിലിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിൽ നമ്പർ 1, ഗ്ലോബലി നമ്പർ 3. അബാർ ഇൻഡസ്ട്രീസിൻ്റെ ഈ കേപ്പബിലിറ്റിയാണ് ഞാൻ പറയണമെന്നല്ല. അതുമാത്രമല്ല, ഇറ്റ് ഈസ് ഇന്ത്യാസ് ലാർജസ്റ്റ് നമ്പർ 1 എക്സ്പോർട്ടർ ആൻഡ് പ്രൊഡ്യൂസർ ഓഫ് സ്പെഷ്യാലിറ്റി റിന്യൂവബിൾ കേബിൾസ് ആൻഡ് സോളാർ കേബിൾസ്. സോളാർ പ്രോജക്റ്റിന് വേണ്ടിയിട്ടും ഈ റിന്യൂവബിൾ എനർജി വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് കേബിളും ഒക്കെ ചെയ്യുന്നത് ഈ പറയുന്ന പോലെ അബാർ ഇൻഡസ്ട്രീസ് ആണെന്ന്. അതായത് നമ്പർ 1 പ്ലെയർ, അതായത് ഓൺലി ഇന്ത്യൻ കമ്പനി who is a number 1 player to provide end-to-end solutions in copper and hybrid cables. കോപ്പർ ഹൈബ്രിഡ് കേബിൾസിലും അവരുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അബാർ ഇൻഡസ്ട്രീസിൻ്റെ സ്പെഷ്യാലിറ്റിയും കേപ്പബിലിറ്റിയും ഒന്ന് മനസ്സിലാക്കി നോക്കൂ. ഈ അബാർ ഇൻഡസ്ട്രീസ് കൂടുതലും B2B പ്ലെയറാണ്. അത് ബിസിനസ് ടു ബിസിനസ്. അതായത് സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡായിട്ടാണ് ഇവർക്ക് ബന്ധം. അതുകൂടാതെ പവർ ജനറേറ്റിംഗ് കമ്പനീസ് ആയിട്ടാണ് ഇവർക്ക് ബന്ധം. ഡീലൊക്കെ അങ്ങനെ വരുന്നത്. ഡിഫൻസിൽ വരുന്നുണ്ട്, ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിൽ വരുന്നുണ്ട്, റെയിൽവേസിൽ വരുന്നുണ്ട്, സോളാർ പ്ലാന്റിൽ വരുന്നുണ്ട്. ഈവൻ ഞാൻ മനസ്സിലാക്കിയത് വന്ദേ ഭാരതിൽ മിക്ക കേബിളും അബാർ ഇൻഡസ്ട്രീസിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ വന്ദേ ഭാരത് പവർ ബൈ അബാർ ഇൻഡസ്ട്രീസ്, അതായത് ഫുൾ ഇലക്ട്രിക്കൽ സിസ്റ്റവും കേബിളിംഗ് സിസ്റ്റവും ഈ പറയുന്ന പോലെ അബാർ ഇൻഡസ്ട്രീസിലേക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ള. ഇപ്പോൾ അവർ ഈ കേബിൾ ഇൻഡസ്ട്രി, അതായത് ഈ B2B കൂടാതെ അവർ ഈ വയർ, അതായത് B2C സെഗ്മെൻറ്റിൽ വയറിലേക്കും അവർ കടക്കുന്നു എന്നുള്ളതാണ്. അവരിപ്പോൾ ടോപ്പ് 5 പ്ലെയേഴ്സിൽ ഒന്നാണ്. നമ്പർ 5th ആണ്. അതിനേക്കാളും വലിയ പ്ലെയേഴ്സ് ഉണ്ട് ഇന്ത്യയിൽ വയേഴ്സ് ആൻഡ് കേബിൾസ് ഡിവിഷനിൽ. അത് കൂടുതലും കൺസ്യൂമർ ഫേസിങ് ഇൻഡസ്ട്രി ആണ് എന്നുള്ള. നമുക്കറിയാം, ഒരു മോഡേൺ ആയിട്ടുള്ള ബിൽഡിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ ഈ വയേഴ്സ് എന്നൊക്കെ പറഞ്ഞ് റീറ്റാർഡൻറ്റ് വയേഴ്സ് ആയിരിക്കണം. അത് മാത്രമല്ല ലോ സ്മോക്ക് കേബിളും കൂടെ ആയിരിക്കണം എന്നുള്ള. അവിടെ ഈ അബാർ അനുശക്തി എന്ന് പറയുന്ന ഒരു കൺസ്യൂമർ ബ്രാൻഡ് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നന്നായിട്ട് സെല് ചെയ്യുന്നു എന്നുള്ള. ഞാനിപ്പോൾ ഇന്നലെ തന്നെ കൊച്ചിയിൽ റിനൈസൻസ് ഹോട്ടലിൽ അവരുടെ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ഉണ്ടായിരുന്നു. ആ പ്രോഡക്റ്റ് ലോഞ്ച് ലിസ്റ്റഡ് കമ്പനിയായിട്ട് ഞാൻ നേരിട്ട് തന്നെ നമ്മുടെ മൈഫിൻ്റെ റെപ്രസെൻറ്റ് ചെയ്ത് ഞാൻ അവിടെ പോയി അവരായിട്ടും മാനേജ്മെൻറ്റായിട്ടും CEO ആയിട്ടും മാർക്കറ്റിംഗ് ഹെഡായിട്ടും കേബിൾ ഡിവിഷൻ്റെ, ഈ കൺസ്യൂമർ കേബിൾ ഡിവിഷൻ്റെ ആൾക്കാരായിട്ട് സംസാരിച്ചു എന്നുള്ള. ഇന്നലെ അവർ ലോഞ്ച് ചെയ്ത പ്രോഡക്റ്റ് അബാർ ശക്തി എന്ന് പറഞ്ഞാൽ ഗ്രീൻ വയർ എന്ന് പറയാൻ കാര്യം എന്താ? അതിനകത്ത് 99.97% പ്യുവർ കോപ്പർ ആണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ പ്യുവർ കോപ്പർ എന്ന് പറഞ്ഞാൽ ഒരു വയറിനകത്ത് യൂസ് ചെയ്യുന്ന കോപ്പറിൻ്റെ ക്വാളിറ്റിയും കൂടെയാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് എനിക്ക് മനസ്സിലായി. ഇത് നല്ല ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്, ഫ്ലെയിം റീറ്റാർഡൻ്റ് ആണ്, ലോ സ്മോക്ക് ആണ്. ഇത് കൂടാതെ ഗ്രീൻ എന്ന് പറയുന്ന കാര്യം എന്താ, സസ്റ്റൈനബിൾ എന്ന് പറയാൻ കാര്യം എന്താ, ഇത് റീസൈക്കിൾ ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. അതിൻ്റെ കോപ്പർ തന്നെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇവരിപ്പോൾ അടുത്ത കാലത്ത് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ടാരിഫ് കാരണം ഇവർക്ക് US നല്ലൊരു മാർക്കറ്റ് ഉണ്ട്. ഇവർ ടാരിഫ് കാരണം, അത് ഞാൻ പറഞ്ഞില്ലേ, വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയേഴ്സാണ് ഈ കണ്ടക്ടർ കേബിൾസിലൊക്കെ, അലൂമിനിയം ആൻഡ് അലോയ് കണ്ടക്ടർ കേബിൾസ്. അപ്പോൾ ഇവർക്ക് ലോകത്തുള്ള അമേരിക്കയിലുള്ള ഒരുപാട് ട്രാൻസ്മിഷൻ കമ്പനീസായിട്ട് ഇവർക്ക് എക്സ്പോർട്ട് ഡീൽ എന്നുള്ള. ടാരിഫ് കാരണം ഇവർക്ക് ഡീലേഴ്സ് ഒക്കെ ഒന്ന് കുറഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു. എന്നാൽ അടുത്ത കാലത്ത് ടാരിഫിൻ്റെ കാര്യത്തിൽ ഒത്തുതീർപ്പായിട്ടില്ല. എന്നിട്ടും അവർക്ക് ഓർഡർ പിക്കപ്പ് ചെയ്തു എന്നാണ് ഞാൻ ഇന്നലെ കമ്പനിയായിട്ട് നേരിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്. കമ്പനി മാനേജ്മെൻറ്റ് വാക്കുകളാണ്. എനിക്ക് അതിനകത്ത് പ്രൂവ് ചെയ്യാനായിട്ട് ഒരു മെറ്റീരിയൽ എവിഡൻസ് ഒന്നുമില്ല. കമ്പനി അങ്ങനെ അവകാശപ്പെടുന്നു എന്നുള്ളതാണ്. ഓർഡേഴ്സ് ആർ പിക്കിംഗ് അപ്പ് തിക്ക് ആൻഡ് ഫാസ്റ്റ് എന്നുള്ള. അപ്പോൾ ഇതൊരു യുണീക്ക് ഇൻഡസ്ട്രി, ഒരു മെഗാ തീമിൽ ഇൻവോൾവ് ആയിട്ടുള്ള വേൾഡിലെ നമ്പർ 1 അല്ലെങ്കിൽ നമ്പർ 3 കമ്പനിയാണ് അബാർ ഇൻഡസ്ട്രീസ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ കാണുന്ന ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് കമ്പനീസ് എന്നൊക്കെ പറഞ്ഞാൽ ആരാ? ക്രോംപ്ടൺ ഗ്രീവ്സ്, ക്യുമിൻസ്, വീഗാർഡ് അല്ലേ, അല്ലെങ്കിൽ ഫിനോലെക്സ്, പിന്നെ ഒരുപാട് നമ്മുടെ ഇവിടെ വരുന്ന മറ്റുള്ള വരുന്നത് RR കാബൽ അല്ലെ, RR കാബൽ അങ്ങനത്തെ കമ്പനികളാണെങ്കിലും ഈ അബാർ പോലെ ബാക്ക് ഓഫ് ദ സ്റ്റേജ് നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ സാധാരണ ശ്രദ്ധിക്കാറില്ല എന്നാണ്. ഓൾമോസ്റ്റ് ഒരു 68 വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ട്. അബ്സല്യൂട്ട്ലി. ഇപ്പോൾ ഇവരുടെ തന്നെ ഞാൻ 24-25 അവരുടെ സെയിൽസ് നോക്കുകയാണെങ്കിൽ 18,581 crores റവന്യൂ ഉള്ള കമ്പനി, 18,000 കോടി റവന്യൂ ഉള്ള കമ്പനി. മാർക്കറ്റ് ക്യാപ്പ് ആണെങ്കിലും 36,000 കോടി. ഇറ്റ് ഈസ് നോട്ട് എ സ്മോൾ കമ്പനി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അവർക്ക് 1,582 crores, നെറ്റ് പ്രോഫിറ്റ് 821 crores എന്നുള്ള. അപ്പോൾ അബാർ ഇൻഡസ്ട്രീസ് പോലെയുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കമ്പനി ഗ്ലോബലി തന്നെ വളരെ നമ്പർ 1 to നമ്പർ 3 പല കാറ്റഗറിയിലുള്ള. ഇത് കൂടാതെ ഇവർക്ക് ഓപ്റ്റിക് ഫൈബർ കേബിൾസും ഉണ്ട്.
ഇവർക്ക് ഓപ്റ്റിക് ഫൈബർ കേബിൾസും കൂടി ഇവർ ചെയ്യുന്നുണ്ടെന്നുള്ള. ബട്ട് ഈ ട്രാൻസ്മിഷൻ ലൈൻസ് ആണ് ഇവരുടെ കൂടുതലും റവന്യൂ. അവിടെയാണ് ഇവർക്ക് ഇവിടെ ഇവിടുത്തെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസും പല ഗവൺമെൻറ്റുകളായിട്ടും സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ടും നല്ല ബന്ധമുണ്ട്. ഇതൊന്നും വേറെ കമ്പനിക്ക് ഒന്ന് ബ്രീച്ച് ചെയ്യാൻ പറ്റില്ല. ഇത് മാത്രമല്ല, ഗ്ലോബലി ഉള്ള US ആയിട്ടുള്ള ട്രാൻസ്മിഷൻ കമ്പനീസിനും ഇവർക്ക് നല്ല ബന്ധമുണ്ടെന്നുള്ള. അവിടെ ഇവർ ഇന്നോവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ ഈ മെഗാ തീമിൽ അവർ വലിയൊരു ബെനിഫിഷ്യറി ആവാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഈ കമ്പനിയെ ഒന്ന് അവതരിപ്പിക്കുന്നതേ ഉള്ളൂ. ഇതൊരു റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ സ്റ്റോക്ക് അഡ്വൈസോ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്ത് ഇതൊരു തിയറട്ടിക്കൽ ഒരു അക്കാഡമിക് പർപ്പസിന് വേണ്ടി മാത്രം നിങ്ങളുടെ മുന്നിൽ ഇതിൻ്റെ ബിസിനസ്സിനും ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റിയും നമ്മൾ അവതരിപ്പിച്ചു. വ്യക്തിപരമായിട്ട് എനിക്കും വിഷ്ണുവിനും ഈ കമ്പനിയിൽ ഹോൾഡിംഗ് ഇല്ല എന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നു. നിങ്ങളുടെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിൻ്റെ നിരീക്ഷണത്തിലും ശിക്ഷണത്തിലും മാത്രം ചെയ്യുക. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഡിസ്ക്ലോഷർ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. ഒരു ബിസിനസ് മാത്രമേ നമ്മൾ അവതരിപ്പിക്കുന്നുള്ളൂ. അതിൻ്റെ സ്റ്റോക്കിൻ്റെ പോസിബിലിറ്റീസ്, അതായത് ഞങ്ങൾ ആസ് എ ജേർണലിസ്റ്റ് ഒരു സ്റ്റോക്കിൻ്റെ ഫോർവേഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കാൻ ഞങ്ങൾക്ക് സെബിയിൽ നിന്ന് പെർമിഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങളത് ചെയ്യാത്തതെന്ന് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഓവർ ടു യു വിഷ്ണു. ഏതായാലും ഇന്നത്തെ ഈ ഒരു ഓപ്പണിംഗ് അവേഴ്സിൻ്റെ സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അടുത്ത മണിക്കൂറുകളിൽ നമ്മൾ കൂടുതൽ അപ്ഡേറ്റൊക്കെ ആയിട്ട് നമ്മുടെ റിസർച്ച് ടീം ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. നന്ദി, നമസ്കാരം. Opening Hours with MyFin.